ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സകല സഹോദരിമാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കാം. 1 പത്രോസിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് കടക്കാം. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ഞാൻ തന്നെ വായിക്കാം. 1 പത്രോസ് 3 അതിൻ്റെ 6-ാമത്തെ വാക്യം. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനനെന്ന് വിളിച്ച് അനുസരിച്ചിരിക്കുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായിത്തീരും. ഇന്ന് ഞാൻ എന്ത് പ്രസംഗിക്കണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഈ വേദഭാഗത്തേക്കാണ് എന്നെ കൊണ്ടുപോയത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ദൈവവചനത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പത്രോസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇത് ഭാര്യമാരെ സംബന്ധിക്കുന്നതാണെന്ന് 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോഴേ നമുക്കറിയാം. സഹോദരിമാര്, ക്രിസ്തുവിലുള്ള സഹോദരിമാര് സാറായുടെ പുത്രിമാരായി തീരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. നമ്മളത് പൊതുവെ കേൾക്കാറില്ല അല്ലേ? സാധാരണ അബ്രഹാം പിതാവ് വിശ്വാസികളുടെ പിതാവാണ്. പിന്നെ അബ്രഹാമിനെ കുറിച്ച് എന്താ പറയുക, അങ്ങ് ഘോര പ്രസംഗമാണ് അല്ലേ? നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? സാറായുടെ പുത്രിമാരാകാനുള്ള ഒരു വിളി ദൈവം പ്രത്യേകിച്ച് സഹോദരിമാർക്കായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സാറായുടെ മക്കളാക്കി തീരുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കല്യാണം കഴിച്ച സഹോദരിമാരെ കുറിച്ചാണ് ഇത് പറയുന്നത്. എന്നാലും കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, എനിക്ക് അറിഞ്ഞൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. പ്രായം കൊണ്ടൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഞാൻ കല്യാണം കഴിക്കാത്ത ആളായുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ളവരും കാണും. എന്നാലും കല്യാണം കഴിക്കാത്തവർ, അതായത് ചെറുപ്പക്കാരികൾ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഭാവിയിലെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. കല്യാണം കഴിച്ചവരാണ് കൂടുതൽ പേരും ഇവിടെ ഇരിക്കുന്നവർ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭർത്താവ് ഉണ്ട്, അത് മനസ്സിലാക്കി ചിന്തിക്കുക. പിന്നെ ചിലർ ഭർത്താക്കന്മാർ മരിച്ചവർ കാണും. എങ്കിലും ജീവിതത്തിൽ ഒരു അധികാരി ഇല്ലാത്ത ആരും കാണത്തില്ല അല്ലേ? ദൈവം വെച്ചിരിക്കുന്ന ഒരു അധികാരി ആരെങ്കിലും കാണും, ആരുമില്ല ഒരു പാസ്റ്റർ കാണും അല്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിക്കണം. സാറായുടെ മക്കളായി തീരുക എന്ന് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ ഭർത്താക്കന്മാരുമായിട്ട് ചേർന്ന് ചിന്തിക്കേണ്ടതാണ്. ചിലതൊക്കെ പൊതുവായിട്ടും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അനുസരണത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ഭക്തിയുടെ ഒരു മാതൃകയായിട്ട് സഹോദരിമാരുടെ മുൻപിൽ പത്രോസ് എടുത്തു കാട്ടുന്ന ഒരു സഹോദരിയാണ് സാറ. ഇവിടെ 4 കാര്യങ്ങളാണ് പത്രോസ് സാറയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. ആ 4 കാര്യങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ആ വചനം തുടങ്ങുന്നത് തന്നെ, അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനനെന്ന് വിളിച്ച് അനുസരിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിലൊക്കെ ആസ് സാറ ഒബെയ്ഡ് അല്ലേ? അപ്പോൾ അനുസരിച്ചിരിക്കുന്നു, അനുസരണത്തിലാണപ്പോൾ തുടക്കം. അപ്പോൾ ഒന്നാമതായിട്ട് സാറായുടെ പുത്രിമാരാകണമെങ്കിൽ സാറ എന്ന അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, സാറ അനുസരിച്ചിരിക്കുന്നു. ആരെ അനുസരിച്ചിരിക്കുന്നു? ദൈവം എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അബ്രഹാമിനെ അനുസരിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ വിഷയം അതാണ്, സാറ അബ്രഹാമിനെ അനുസരിച്ചിരിക്കുന്നു. അപ്പോൾ തൻ്റെ ഭർത്താവിനോട് അവൾ കീഴ്പ്പെട്ടിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ഭർത്താവിനോട് കീഴ്പ്പെട്ട് അനുസരിച്ചു. അബ്രഹാമിനെ പോലൊരു ഭർത്താവിനെ അനുസരിക്കുക അത്ര എളുപ്പമല്ല. കാരണം അബ്രഹാമിന് ദൈവം ഒരു ദർശനം കൊടുത്തിട്ടുണ്ട്. ആ ദർശനത്തിനൊത്തവണ്ണം അവൻ നടക്കണം. ആ നടപ്പിനോട് കൂടെ ചേർന്ന് നടക്കുക എന്നുള്ളതാണ് സേറായുടെ ദൗത്യം. അപ്പോൾ സേറ അനുസരിച്ചു എന്നിവിടെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം അബ്രഹാമിന് കൊടുത്ത ദർശനത്തോടും ആ വഴിയോടും ഒക്കെ ചേർന്ന് അവൻ്റെ ആ നേതൃത്വമൊക്കെ അംഗീകരിച്ച് ആ കൊടുത്തിരുന്ന ദൈവവിളിക്കൊത്തവണ്ണം ഈ പത്നി കൂടെ നടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ ഭർത്താവിൻ്റെ ആ ദൈവവിളിക്ക് തടസ്സമായി നിന്നവളല്ല, അതിനോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു തുണയായിരുന്നു സേറ. നമ്മൾ പലപ്പോഴും അബ്രഹാമിനെ കുറിച്ച് ഇതൊക്കെ കേൾക്കാറുണ്ടല്ലേ? അബ്രഹാം ഊറൊക്കെ വിട്ട്, തൻ്റെ നാടും വീടും ഒക്കെ വിട്ട് താൻ എങ്ങോട്ടൊന്നറിയാതെ ഇറങ്ങിത്തിരിച്ചു. നമ്മൾ പലപ്പോഴും അപ്പോൾ സേറയുടെ കാര്യം ചിന്തിക്കാറില്ല അല്ലേ? സേറയൊക്കെ എന്തൊരു പാടായിരിക്കും. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടു, ഈ പുരാവസ്തു ഗവേഷകർ അവർ ഈ ഊർ ഓഫ് ദ കാൽഡീസ്, അബ്രഹാമിൻ്റെ സ്ഥലമൊക്കെ അവർ കുഴിച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലായത് അന്നത്തെ കാലത്ത് വളരെ
സമ്പന്നന്മാർ താമസിച്ചിരുന്ന പട്ടണമാണ്. അവിടത്തേക്ക് ഒരു വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ബംഗ്ലാവ് വീടാണ്. അന്നത്തെ കാലത്തെ ബംഗ്ലാവ്, ഇന്ന് നമ്മൾ വലിയ ബംഗ്ലാവ് എന്ന് പറയത്തില്ല, എന്നാലും അന്നത്തെ കാലത്ത് അബ്രഹാമിൻ്റെയൊക്കെ വീട് നല്ല സുഖസൗകര്യങ്ങളുള്ള വീടൊക്കെയാണ്, അല്ലേ? നല്ല കൂരയൊക്കെ ഉള്ള വീട്. അതെല്ലാം വിട്ടേച്ചാണ് ഈ കൂടാരങ്ങളിൽ പാർക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു പോയത്. അതൊരു പുരുഷൻ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ അത്ഭുതമില്ല. പുരുഷൻ്റെ കൂടെ ഈ സ്ത്രീകളും പോയെന്ന് പറയുന്നതാണ് അത്ഭുതം, അല്ലേ? സഹോദരിമാർ പൊതുവെ അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, അല്ലേ? എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാലല്ലേ കുടുംബവും ഭവനവും ഒക്കെ പണിതെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ ഇങ്ങനെ നാടോടി നടന്നാൽ എങ്ങനെ, അല്ലേ? അങ്ങനത്തെ കുടുംബം അതൊക്കെ ചിന്തിക്കുന്ന സഹോദരിമാരാണ്, അല്ലെ? ആണുങ്ങളൊന്നുമില്ല, ആണുങ്ങൾ ഇറങ്ങി അങ്ങ് പോകും, അല്ലേ? അവർക്ക് അത്ര വലിയ ഉത്തരവാദിത്ത ബോധമൊന്നുമില്ല ആ കാര്യത്തിൽ, അല്ലേ? ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പറയും. ഗാർഹികമായ കാര്യങ്ങളിൽ അത്ര വലിയ തീക്ഷ്ണതയൊന്നും പുരുഷന്മാർക്കില്ല. അത് ബൈ ഡിസൈനാണ്, സഹോദരിമാരാണ് അത് നോക്കി നടത്തേണ്ടത്, അല്ലേ? ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു എന്ന് സദൃശ്യവാക്യത്തിൽ പറയും. ജ്ഞാനമുള്ളവനല്ല, ജ്ഞാനമുള്ളവളാണ്, അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് ആദ്യം പറഞ്ഞതെന്ന് തോന്നുന്നു, പുരുഷൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അല്ല, അവനൊന്നും വീടൊന്നും വെക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ഒരു കുടുംബമാകുന്നത് ഒരു കുടുംബിനിയുള്ളപ്പോഴാണ്. അങ്ങനൊക്കെ സെറ്റിലൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഈ സേറ എന്തോന്ന് കണ്ടോന്നാ ഇറങ്ങിപ്പോയേ, അല്ലേ? എബ്രായ ലേഖനം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. നമുക്കറിയാലോ, എബ്രായർ 11 വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. അതിൽ 11:8 വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അതൊരു പുരുഷനെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. ഭാര്യയോട് എന്ത് പറഞ്ഞു കാണും പുള്ളി? നമുക്ക് ആ വീടൊക്കെ വിട്ട് പോവാം. എങ്ങോട്ടായി പോകുന്നത് അറിഞ്ഞുകൂടാ, അല്ലേ? സാധാരണ ഭാര്യ പറയും പൊട്ടൻ, നമ്മൾ വഴിയാധാരമായി പോവും, ഇച്ചായന് ബുദ്ധിയില്ല എന്നേ പറയത്തുള്ളൂ. ഒരു സാധാരണ, അല്ലേ? അതൊരു കുറ്റമായിട്ടല്ല പറയുന്നത്. ഒരു സാധാരണ ഭാര്യ അങ്ങനെ പറയുള്ളൂ. ഈ ഭാര്യ എങ്ങനെ ഇറങ്ങി തിരിച്ചു? അപ്പോൾ കണ്ടോ, ഈ സാറ അബ്രഹാമിനെ അനുസരിച്ചു എന്ന് പറയുമ്പോൾ രാവിലെ ദോശ ചുട്ടു. അനുസരണമല്ലേ? ആ ദൈവ വിളിയും ആ ദൈവം കൊടുത്ത ദർശനത്തോടും അബ്രഹാമിന് എത്രമാത്രം പ്രതിബദ്ധത ഉണ്ടായിരുന്നോ അതോടെ തന്നെ ഭാര്യയും പിൻചെന്നു എന്നുള്ളത് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നു, അല്ലേ? എല്ലായിടത്തും അബ്രഹാമിനെ സാറായി ഒരുമിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളിത് ചിന്തിക്കണം. പുള്ളി ഒറ്റയ്ക്കല്ല ഇറങ്ങി തിരിച്ചത്. എന്നെ പോലെ ഒരാൾ നാളെ പറയുകയാണ് ഞാൻ ചൈനയിൽ പോകാൻ പോവാണ് മിഷണറി ആയിട്ട്, അതിൽ വലിയ കാര്യമില്ല അതിൽ, അല്ലേ? കുടുംബവും പിള്ളേരും ഒക്കെ ഉള്ളൊരുത്തൻ നല്ല വീടും കൂട്ടുകാരും ബന്ധുക്കാരും ചാർച്ചക്കാരും ഒക്കെ വിട്ടേച്ച് പോവും. കാട്ടിപ്പോകുമ്പോഴാണ് അയ്യോ ഭയങ്കരം തന്നെ ഇത് നമ്മൾ പറയുന്നത്, അല്ലേ? കഴിഞ്ഞ മാസം ഞാൻ കോട്ടയത്ത് ഒരു കല്യാണത്തിന് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അസുഖമൊക്കെ പിടിച്ചത്. അവിടെ ചെന്നപ്പം ആ സഹോദരനെയാണ് എനിക്കറിയാവുന്നത്. ഒരു മിഷണറിയാണ്, ഒറീസയിലെ മിഷണറിയാണ്. പക്ഷേ പെൺകുട്ടിയാണ് അതിനേക്കാളും. കാരണം നമ്മുടെ പണ്ട് ഇവിടെ സഭയിലൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം, ബോണ്ടോ ഹിൽസ് എന്ന് പറഞ്ഞൊരു ട്രൈബ് ഒറീസയിൽ, അല്ലേ? അവർ ഈ മനുഷ്യരെ തിന്നുന്ന ആ ടൈപ്പ് കൂട്ടരാണ്. അങ്ങനത്തെ ഗോത്രവർഗമാണ്. അവരിപ്പോൾ മാറിയിട്ടുണ്ട്, 10-20 കൊല്ലമായി അവിടെ സുവിശേഷ പ്രവർത്തിയൊക്കെ നടന്നത്. ആ ഗുഹയിൽ, അതൊരു ഗുഹയ്ക്കകത്താണ് അവർ താമസിക്കുന്നത്, ഒരു മലയുടെ മണ്ടയിലുള്ള. ആ ഗുഹയെ പ്രവർത്തിക്കുന്നതാണ് ഈ സഹോദരൻ. 22-23 വയസ്സേ ഉള്ളൂ. ആ കുടുംബത്തിൽ ആരും മിഷണറി പ്രവർത്തനത്തിനോ പാസ്റ്റർമാരോ ആരുമില്ല. പയ്യൻ്റെ വീട് അങ്ങനെയല്ല, പാസ്റ്റർമാർ, അപ്പനെ പാസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ ഒരു സഹോദരി. അപ്പോൾ അത് മറ്റേ പുള്ളിയോ നമ്മുടെ പയ്യൻസിനേക്കാളും എല്ലാവരും എടുത്തു പറയും, ഈ സഹോദരി ഭയങ്കരമാണല്ലോ, അല്ലേ? കാരണം എന്താണ്? ഈ സഹോദരി പോയി എന്ന് പറഞ്ഞാൽ സേറ പോയി, അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു എന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും ഒരു പിറുപിറുപ്പോ തടസ്സം എന്തോന്നാ ഇങ്ങനെ കുറേ നാളായല്ലോ ഈ വാക്തത്വ ദേശം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കൂടാരവും പണിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണല്ലോ. അങ്ങനെ എവിടെയെങ്കിലും പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല, അല്ലേ? സേറ പിറുപിറുത്തതായിട്ട്. സേറയുടെ പാപങ്ങളൊക്കെ ഉണ്ട്. സേറ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതൊന്നുമല്ല. എന്നാലും സേറ അങ്ങനൊന്നും പറയുന്നില്ല, അല്ലേ? ചോദ്യങ്ങൾ ചോദിച്ചതായിട്ടോ ഈ അബ്രഹാമിൻ്റെ വിളിയെ ചോദ്യം ചെയ്തതായിട്ടോ ഒന്നും പറയുന്നില്ല. 9-ാം വാക്യത്തിൽ പറയണം, അവർ കൂടാരങ്ങളിൽ പാർത്തു. വാക്തത്വ ദേശത്ത് പോയി കൂടാരങ്ങളിൽ പാർത്തു. അപ്പോൾ അവിടെ ചിന്തിക്കണം, സേറായും കൂടാരങ്ങളിൽ പാർത്തു. 13-ാം വാക്യത്തിൽ പറയണം, ഇങ്ങനെ ചെയ്തവർ അവരേറ്റുപറയണം, അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. അവിടെ സേറായും ഏറ്റുപറയുന്നുണ്ട്. അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബിൻ്റെ കാര്യമേ പറയുന്നുള്ളെങ്കിലും അവിടെ സേറായും ഉണ്ട്. അതുകൊണ്ടാണ് 11-ാം വാക്യത്തിൽ വിശ്വാസത്താൽ സാറായും എന്ന് പറയുമ്പോൾ അത് ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാത്തിലും സാറായും ഉണ്ട്. അപ്പോൾ അല്ലേ? അപ്പോൾ കേട്ടോ, ഞാൻ അന്യനാണ്, ഞാൻ പരദേശിയാണ്, എനിക്ക് ഭൂമിയിലെ ഒന്നും അല്ല വലുത്, എനിക്ക് ദൈവമാണ് വലുത്, ദൈവം കൊടുത്തിരിക്കുന്ന വിളി പൂർത്തീകരിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാനത് ചെയ്യും എന്ന് പറയുന്ന ഒരു അനുസരണമാണ് ഈ 3-ാം അധ്യായത്തിൽ പത്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന. പല സഹോദരിമാരും
നമ്മുടെ ഇടയിൽ ഇതുവരെ സാറായുടെ പുത്രിമാരായിട്ടില്ല, അല്ലേ? എനിക്ക് ഒരുപാട് അങ്ങനത്തെ സാറായുടെ പുത്രിമാരാകാത്ത ക്രിസ്തീയ ഭാര്യമാരെ അറിയാം, ഭർത്താക്കന്മാരുടെ ശുശ്രൂഷ ഇല്ലാതാക്കിയവർ, അല്ലേ? നല്ല IT ജോലിയും നല്ല 5 അക്ക ശമ്പളവും ഒക്കെ ഉള്ളവനെ കല്യാണം കഴിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ പറയണേ എല്ലാം ഇട്ടേച്ച് മിഷണറി പ്രവർത്തനത്തിന് ദൈവം വിളിക്കണം. അതൊന്നും പറ്റത്തില്ല, അല്ലേ? എത്രയോ ഭാര്യമാരുണ്ട് അങ്ങനത്തെ, എത്രയോ ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ. ഇറങ്ങാൻ പറ്റത്തില്ല, ഇവള് പണിയാണ്, ഇവള് ഭാര്യയാണ്, അല്ലേ? അങ്ങനെ ഇറങ്ങാത്തവർ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്തിറക്കിയവരുമുണ്ട്, അല്ലേ? അത് പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയാൽ അങ്ങനത്തെ ഒരുപാട് പാസ്റ്റർമാരെ കാണാൻ പറ്റും, അല്ലേ? എനിക്കൊരു പാസ്റ്ററെ അറിയാം, എൻ്റെ ഒരു സഹോദരൻ, ഒരു സുഹൃത്ത് വഴിയാണ് എനിക്കറിയാവുന്നത്, വ്യക്തിപരമായി എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളി ഇന്ത്യയിലെ ഒരു വലിയൊരു പട്ടണത്തിൽ സ്ലമ്മുകൾക്കിടയിൽ അതിശക്തമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഒരുപാട് പേര് രക്ഷിക്കപ്പെടുകയും അനേക സഭകൾ സ്ഥാപിച്ച് അങ്ങനെ വളരെ പുള്ളിക്ക് അതിനോടൊരു വലിയൊരു ദർശനവും പ്രതിബദ്ധതയൊക്കെ ഉണ്ടായിരുന്നു. ഭാര്യ നേഴ്സാണ്, നേഴ്സുമാർ അറിയാലോ ഇന്ത്യയിൽ നിന്ന് ചാടാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ തന്നെ അമേരിക്ക പോകാൻ വിസ കിട്ടി. പിന്നെന്തോ വേണം? ഈ ശുശ്രൂഷയൊക്കെ അടച്ച് പൂട്ടിപ്പിച്ച് പുള്ളിയെ കൊണ്ടുപോയി. ഇപ്പോൾ പുള്ളി ഇപ്പോൾ എന്താ ചെയ്യുന്നതറിയോ? സാധാരണ ഒരു പാസ്റ്റർ, മലയാളി പാസ്റ്റർ അമേരിക്കയിൽ പോയി ചെയ്യുന്നത് എന്തുവാ? ചുമ്മാ ഇരിക്കുന്നു. കാരണം എന്താണ്? ഒരു സഭയിൽ തന്നെ 50 പാസ്റ്റർമാരുണ്ട്. 6 മാസം കൂടുമ്പോൾ ഒരു ദിവസം സങ്കീർത്തനം വായിക്കാൻ കിട്ടും. ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. അപ്പോൾ സങ്കീർത്തനമൊക്കെ വായിച്ച് ബാക്കി സമയമൊക്കെ പട്ടിയെ കുളിപ്പിച്ചും വീട്ടിൽ ആഹാരമൊക്കെ വെച്ചും ബേബി സിറ്റിംഗാണ്. ഭാര്യ നേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ പുള്ളി പറയും, എനിക്കൊന്ന് ഇന്ത്യയിൽ പോകാൻ പറ്റുമെങ്കിൽ, അസ്ലാമിലൊക്കെ ഒന്ന് പോകാൻ പറ്റും. ഞാൻ പുള്ളിയെ എന്താ പറയുക, അബ്രഹാമിനോട് സാറ ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ചെയ്തു വെച്ചു, അല്ലേ? അബ്രഹാം ഊറി കിടന്നവനെ പിടിച്ചുകൊണ്ട് അതിനേക്കാളും വലിയ പട്ടണത്തിൽ പോയി ഒരു ദൈവവേലയും ചെയ്യേണ്ട, ദൈവത്തെ അനുസരിക്കേണ്ട എന്ന് പറയുന്ന ഭാര്യമാരുമുണ്ട്. അത് സാറായുടെ പുത്രിമാരല്ല. അവർ കർത്താവിൻ്റെ ആ വിളിയോട് പ്രതികരിക്കുന്നില്ല, ഭർത്താക്കന്മാരോട് കീഴ്പ്പെട്ട് അനുസരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആരാണ്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒന്ന് ചിന്തിച്ച്, നിങ്ങൾ സാറായുടെ പുത്രിയാണോ? ഈ ഒരു വിഷയത്തിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഭർത്താവെന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ ദൈവത്തിനുള്ള അവകാശം അംഗീകരിക്കുന്നുണ്ടോ? എന്നെക്കാളും ആദ്യം പുള്ളി ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. പുള്ളിയുടെ ശുശ്രൂഷ പൂർത്തീകരണത്തിന് ഒരു സഹായിയായിട്ടാണ് എന്നെ ഭാര്യയാക്കിയത്. അല്ലാതെ എൻ്റെ സ്വപ്നമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഒരു വേലക്കാരനെ കിട്ടി, അതാണ് ഭർത്താവ്. ഇന്ന് പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാർ പെണ്ണുങ്ങളാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ ഒരുത്തൻ ദാ. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർ കുറച്ച് കഴിയുമ്പോൾ ഇതിനൊന്നും എന്നെ കിട്ടത്തില്ല. പിന്നെ അടിയായി പിടിയായി കൗൺസിലിംഗായി, അല്ലേ? വിവാഹത്തെക്കുറിച്ച് ഒരു ബോധവും ഇല്ല. ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഞാനിതൊക്കെ മനസ്സിലാക്കിയത്. പൊതുവേ നമ്മുടെ സഭകളിലൊന്നും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നൊരു സാധനമില്ല. അമേരിക്കയിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ആഴ്ച 7 ആഴ്ചയൊക്കെയാണ് കൗൺസിലിങ്ങിനിടയിൽ തന്നെ പലരും ഇത് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞേച്ച് പോകുന്നവരുണ്ട്. അതും ഒരു 3-4 പുസ്തകമൊക്കെ വായിപ്പിച്ച് നമ്മൾ അതിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് കുറേ ഉണ്ട് കൗൺസിലിംഗ്. ഇപ്പോൾ കൗൺസിലിംഗ് 1 മണിക്കൂർ അത് ഉണ്ടെങ്കിൽ പല സഭകളിലും ഇല്ല, കൗൺസിലിംഗ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ചൊന്നും ഒരു ബോധവും ഇല്ലാതാണ് ഈ കല്യാണം കഴിക്കുന്നത്. പക്ഷേ വചനപ്രകാരം മനസ്സിലാക്കണം, സാറായുടെ പുത്രിമാരെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ദൈവം വെച്ചിരിക്കുന്ന വിളിയും ദർശനവും പൂർത്തീകരിക്കുവാൻ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹായി, അതായിരിക്കണം സാറായുടെ പുത്രിമാർ. അപ്പോൾ ചിലർ പറയും, അയ്യോ എൻ്റെ ഭർത്താവ് അനുസരണക്കേടി നടക്കുക, അയാൾക്കൊരു വിളിയില്ല, ഒരു ദർശനമില്ല, ഞാനാ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അല്ല, രക്ഷിക്കപ്പെട്ടിട്ട് പോലും ഇല്ല എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ഈ പശ്ചാത്തലം ചിന്തിക്കേണ്ടത്. 1 പത്രോസ് 3 തുടങ്ങുന്ന 1-2 വാക്യങ്ങൾ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. കീഴ്പ്പെട്ടിരിപ്പിൻ എന്നാണ് പറയേണ്ടത്. അത് പഴയ മലയാളത്തിലാണ് ഈ കീഴടങ്ങിയിരിക്കും. കീഴടങ്ങലും കീഴ്പ്പെടലും രണ്ടാണ്. കീഴടങ്ങൽ ശത്രുവിനെയാണ് നമ്മൾ കീഴടങ്ങുന്നത്, അല്ലേ? യുദ്ധത്തിൽ കീഴടങ്ങി. ഭാര്യമാരാരും കീഴടങ്ങണ്ട, കീഴ്പ്പെട്ടിരുന്നാൽ മതി. സറണ്ടർ എന്നാണ് മറ്റേ അർത്ഥം. ഇത് സബ്മിഷനാണ്. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം കീഴടങ്ങിയിരിക്കണ്ട എന്നാണോ വാക്യം? അവരിൽ ആരെങ്കിലും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ നടപ്പ് കണ്ടിട്ടല്ല, നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടല്ല, നിങ്ങൾ ശല്യപ്പെടുത്തി ശകാരിച്ച് ഈ ഒരു മെസ്സേജ് ഒന്ന് കേട്ടേ, ലൈവ് സ്ട്രീം ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടേ, നിങ്ങൾ ഒരു മെസ്സേജും കേൾക്കത്തില്ലല്ലോ, ഇങ്ങനെ അവരുടെ ചെവിതല കേൾപ്പിക്കാതല്ല അവർ രക്ഷിക്കപ്പെടാൻ പോകുന്നത്. വചനം കൂടാതെ എന്ന് പറയുമ്പോൾ ദൈവവചനം കൂടാതെ എന്നല്ല, വാക്കുകൾ കൂടാതെ രക്ഷിക്കപ്പെടും.
അപ്പോൾ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്. എന്തോ ഈ നിർമ്മലമായ നടപ്പ്? പാട്ടും പ്രാർത്ഥനയും കയ്യടിയും വിശുദ്ധി അല്ല, കീഴടങ്ങുന്നു. എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടാത്തവനാണേലും ദൈവം തന്ന ഭർത്താവായതുകൊണ്ട് ആ അധികാരത്തെ ഞാൻ ബഹുമാനിക്കും. വ്യക്തിയിൽ അങ്ങനെ ബഹുമാനിക്കാൻ ഒന്നുമില്ലെങ്കിൽ പോലും അധികാരത്തെ ബഹുമാനപ്പെട്ട് ദൈവവചന പ്രകാരമുള്ള സ്വഭാവം ഞാൻ കാഴ്ചവെക്കുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഹൃദയം അലിയും. അല്ലാതെ ഈ പ്രസംഗം വീട്ടിൽ വന്നാൽ നടക്കും. എന്നെ ചിലരൊക്കെ അങ്ങനെ വിളിക്കാറുണ്ട്. ബ്രദറിൻ്റെ പ്രസംഗമൊക്കെ യൂട്യൂബിൽ കേട്ടു, വീട്ടിലൊന്ന് വരണം, അച്ചായന് കുറച്ച് പ്രസംഗം. ഞാൻ പോവില്ല. അങ്ങനെ വല്ലവർക്കും വേണ്ടി ശകാരിക്കാൻ പോകുന്നവനല്ല പ്രസംഗകൻ. ദൈവത്തിൻ്റെ ദൂത് പറയണം. അല്ലാതെ അവനിട്ടൊന്ന് പ്രസംഗിച്ച് ഇവനിട്ടൊരു അടി കൊടുത്തേ, അങ്ങനെ അടി കൊടുക്കാൻ ഞാൻ വടിയല്ല. അല്ലേ, ചില ഓരോരുത്തരും വരണേ, വീട്ടിൽ വരണേ, അച്ചായനൊന്ന് കേൾക്കണം നിങ്ങളുടെ വചനം. എൻ്റെ വചനം കേട്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ മര്യാദയ്ക്കാണ് നടക്കുന്നത്? അല്ല. നിങ്ങൾ വാട്സാപ്പിൽ കൂടെ എന്ന് സ്റ്റാറ്റസ് ഇടുക, ഭർത്താവിനിട്ട് കൊടുക്കേണ്ട ഡോസൊക്കെ അങ്ങേര് സ്റ്റാറ്റസിൽ കൂടെ കണ്ടെങ്കിലും മനസ്സിലാക്കട്ടെ ഞാൻ തറുതല പറയുന്നുണ്ടെന്ന്. അതായത് മുമ്പിൽ മിണ്ടാതിരിക്കും, എന്നിട്ട് സ്റ്റാറ്റസ് ഇടുക, ഞാൻ ഒറ്റയ്ക്ക് നടന്നാലും നിനക്കൊന്നും എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറേ പോസ്റ്റുകളുണ്ടല്ലോ, നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അത് ഇടുന്ന വിശ്വാസികളുണ്ട്. എൻ്റെ മൗനമാണ് എൻ്റെ എന്തോ അടി എന്നൊക്കെ പറയുന്ന ടൈപ്പ് മെസ്സേജുകൾ അല്ലേ? അങ്ങനത്തെ ഈ അഹങ്കാരത്തിൻ്റെ തർക്കുത്തരങ്ങൾ ഇപ്പോൾ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരുന്നേച്ച് ബ്രദർ ഒന്ന് വീട്ടിൽ വരണേ, അച്ചായനൊരു 2 വചനം കൊടുക്കണേ. ഞാൻ വരൂല. നിങ്ങൾ നടക്കണം. നിങ്ങൾ ആദ്യം ഭയത്തോടുകൂടിയ നിഷ്കളങ്കമായ നിർമ്മലമായ നടപ്പ് കാഴ്ചവെക്കുക. വചനപ്രകാരം പുള്ളിയോട് കീഴ്പ്പെടാൻ പറ്റുന്ന എല്ലാ മേഖലയിലും കീഴ്പ്പെടുക. പുള്ളി ഇപ്പോൾ വചനത്തിനെതിരെ, യേശുവിനെതിരെ, സുവിശേഷത്തിനെതിരെ പറയുന്നതിനൊക്കെ അനുസരിക്കുകയല്ല. പക്ഷെ വചനപ്രകാരം അനുസരിക്കാൻ പറ്റുന്ന 99% വിഷയങ്ങളിലും വിശ്വസിച്ച് ദൈവത്തോട് കീഴ്പ്പെടുന്ന പോലെ പുള്ളിയോട് കീഴ്പ്പെടുക. പുള്ളിയുടെ ഹൃദയം അലിയും. അത് എത്ര വർഷം എടുത്താലും അലിയും. വചനം പറഞ്ഞിരിക്കുക, വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരും. ദൈവഹിതത്തോട് ചേർന്ന് വരും. അനുസരണക്കേടുള്ള ഭർത്താക്കന്മാരോടും അപ്പോൾ ഭാര്യമാരോട് വചനം എന്താ പറയുന്നത്? കീഴ്പ്പെടണമെന്ന്. അങ്ങേര് അനുസരണക്കേട് കാണിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ കൽപ്പനയിൽ നിന്ന് ലൈസൻസ് എന്താ പറയുക, ഫ്രീഡം, സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതങ്ങനെയൊക്കെയല്ലേ ഈ ഡിവോഴ്സ് വാങ്ങിക്കാൻ വരുന്നവർ? അങ്ങേര് മര്യാദക്കൊന്നും നടക്കുന്നില്ല, അതുകൊണ്ട് ഞാനും മതിയാക്കി. അപ്പോൾ ഇത് കോൺട്രാക്റ്റ് ആയിരുന്നു, ഉടമ്പടി അല്ല അല്ലേ? ഇങ്ങോട്ട് തരുമെങ്കിൽ അങ്ങോട്ട് കൊടുക്കുമെന്നായി പറഞ്ഞു. എന്നാൽ ഉടമ്പടി ഉഭയസമ്മതം ചൊല്ലിയപ്പോൾ അതൊന്നും അല്ല പറഞ്ഞു. അതൊക്കെ ചുമ്മാ ആരാണ്ടോ പറഞ്ഞത് കേട്ട് പറഞ്ഞു അല്ലേ? മന്ത്രിമാർ സത്യപ്രതിജ്ഞ എടുക്കുന്ന പോലെ. അത്രയേ ഉള്ളൂ. അതിനൊന്നും ഒരർത്ഥവും ഇല്ല. അപ്പം അതുകൊണ്ട് അനുസരണക്കേടിലുള്ള ഭർത്താക്കന്മാരായാലും അവിശ്വാസികളാണെ പോലും നിങ്ങൾക്കൊരു ഒഴിവ് കഴിവും പറയാനില്ല. എന്നെ ദൈവം ഒരു ഭാര്യയാക്കി വിളിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഈ പുള്ളിക്ക് ചില ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കണം. ഭർത്താക്കന്മാർക്ക് തിരിച്ചുകൊണ്ട് അതിവിടെ പ്രസംഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഭാര്യമാരുടെ ആ ഒരു റോൾ അതാണ്. പുള്ളിയുടെ ദൈവ വിളിക്കൊത്തവണ്ണം ഒരു തുണയായിട്ടിരിക്കുക. ഒരുമിച്ച് നമുക്ക് കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കണം. അതിന് ഞാനൊരു തുണയായിരിക്കും. അങ്ങനെ സേറ അബ്രഹാമിനെ അനുസരിച്ചിരിക്കുന്നു. രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, എങ്ങനെ അനുസരിച്ചിരിക്കുന്നു? അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ രണ്ടാമത്തെ കാര്യം, സേറ അബ്രഹാമിനെ ബഹുമാനിച്ചു. ഇവിടെ ഈ മലയാളം ബൈബിൾ പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്. യജമാനൻ എന്ന് വിളിച്ചിരിക്കുന്നു. നമ്മൾ പഴയ നിയമം ഉൽപ്പത്തി എടുത്ത് വായിച്ചാൽ മലയാളം ബൈബിളിൽ ഒരിടത്തും സേറ അബ്രഹാമിനെ കയറി യജമാനൻ എന്ന് വിളിച്ചിട്ടില്ല. കാരണം എന്താ? അത് തർജിമയുടെ കുഴപ്പമാണ് അല്ലേ? ഉൽപ്പത്തി 18-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് പത്രോസ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഉൽപ്പത്തി 18:12 ആരെങ്കിലും മലയാളത്തിലൊന്ന് വായിക്കാവോ? എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ദൈവം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അല്ലേ? ഇസഹാക്ക് പിറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സേറ ചിരിച്ചു. എനിക്കോ ഈ വയസ്സായ അല്ലേ? സേറ ഒരു അമ്മച്ചിയായിരുന്നു. 70-75 വയസ്സൊക്കെ ആയി കാണണം അല്ലേ? അബ്രഹാമിന് ഒരു പ്രായമുണ്ട്, സേറയും നല്ല പ്രായമുണ്ട്. അപ്പോൾ പറയാണ് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്ക് ചിരി വന്നു. എനിക്കോ ഇത്രയും പ്രായമായി, എനിക്ക് എല്ലാം നിന്നു അല്ലേ? ശാരീരികമായിട്ട് അതൊക്കെ നിന്ന്, പ്രസവമൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇങ്ങേരും വലിയ ഗുണമൊന്നുമില്ല, ഇച്ചായനും വൃദ്ധനായി. അപ്പോൾ അവിടെ എൻ്റെ ഭർത്താവ് എന്നാണ് മലയാളം ബൈബിൾ. അങ്ങനെ അല്ല എബ്രായ ഭാഷയിലും യവന ഭാഷയിലും ഒക്കെ. എന്താ പറയുക അവിടെ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ യജമാനൻ. അത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് മൈ ലോർഡ് ഈസ് ഓൾഡ്.
അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലോഡാണ്, യജമാനൻ. അത് മലയാളം ബൈബിളിൽ ഉൽപ്പത്തിയിൽ അത് വിവർത്തനം ചെയ്തില്ല. കാരണം നമ്മളാരും ഒരു ഭാര്യമാരും ഭർത്താവിനെ യജമാനൻ എന്നൊന്നും വിളിക്കാറില്ല, അല്ലേ? വേലക്കാരൻ ചിലപ്പോൾ വിളിച്ചൊന്നിരിക്കും, യജമാനൻ ജന്മത്തെ വിളിക്കാൻ പോകുന്നില്ല, അല്ലേ? പക്ഷെ സേറ വിളിച്ചു. അവിടെ ആ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അദോൻ എന്നുള്ള വാക്കാണ്. അതാണ് നമ്മൾ അദോനായി എന്നൊക്കെ പറയുന്നത്. ചിലർക്ക് ഈ വാക്കൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? അദോനായി, കർത്താവേ എന്നുള്ള അർത്ഥമാണ്. അത് ദൈവത്തിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണേലും അല്ലാതെയും ഉപയോഗിക്കും. കാരണം ഈ കർത്താവ് എന്നുള്ള വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന യജമാനൻ. അതും പലപ്പോഴും ഞാൻ ഈ സഭകളിൽ പോകുമ്പോഴാണ് അതും പലർക്കും പറഞ്ഞൂടാ. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറഞ്ഞൂടാ. വല്ലതും വിചാരിച്ചു വെച്ചിരിക്കുന്ന വ്യാകരണത്തിലെ കർത്താവാണ്. ക്രിയ ചെയ്യുന്നവൻ കർത്താവ്. അതല്ല, കർത്തൃത്വം ചെയ്യുന്നവൻ കർത്താവ്. എന്താ കർത്തൃത്വം? യജമാനൻ, ബോസ് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ, അല്ലേ? നിങ്ങളുടെ ഓഫീസിൽ ചെന്നാൽ ഒരു ബോസ്, പുള്ളിയോ തീരുമാനം, അല്ല ഞാനല്ല, അല്ലേ? ഇനി ഞാനാണെങ്കിലും അതിൻ്റെ മേളിൽ വേറെ ആരെങ്കിലും കാണും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുവാൻ കർത്തൃത്വം ചെയ്യുന്നവൻ കർത്താവ്. ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഏതർത്ഥത്തിലാണ്? എൻ്റെ തല എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു ഭാര്യയുടെ തല ഭർത്താവാണ്, എൻ്റെ അധികാരി. അല്ല, ഞാനിങ്ങനെ ചുമ്മായിട്ട് ജീവിച്ചങ്ങ് പോകില്ല, ഞാൻ ഒരാൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവളാണ്. അങ്ങനെ അബ്രാമിനെ യജമാനനെന്ന് സേറ വിളിച്ചു. പക്ഷെ എപ്പോഴാണ് വിളിച്ചതെന്നറിയാമോ? സേറയ്ക്ക് ഉള്ളിൽ ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്ന സമയത്തായി വിളിച്ചത്. അതായത് അബ്രാമിനോട് ദൈവം പറഞ്ഞു, ഇസഹാക്ക് പിറക്കാൻ പോകുന്നു, അടുത്ത വർഷം ഞാൻ വരുമ്പോൾ നോക്കിക്കോ സേറ ഗർഭിണിയാകും. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നതിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഭാര്യയുടെ അനുസരണം നമ്മൾ കണ്ടു. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇതെങ്ങനെയാവുന്നൊന്നും വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യമാണല്ലോ. ഇത്രയും വയസ്സായി എനിക്കിനി കുഞ്ഞുണ്ടാകും. ഓൾറെഡി നമ്മളെല്ലാം വിട്ടേച്ചതായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് അടുത്ത വിചിത്രമായ കാര്യം, അല്ലേ? അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ സംശയവും ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നൊക്കെ തോന്നിയ സമയത്താണ് പക്ഷെ പറഞ്ഞത് എൻ്റെ യജമാനാണ് ഇപ്പോഴും. അല്ലാതെ ഇയാൾ വഴിവഴച്ച് എന്തൊക്കെയോ വട്ടത്തിലൊക്കെ കാണിക്കുമ്പോൾ ഇനി ഇയാളെ പിടിച്ച് യജമാനാക്കണ്ട എന്നുള്ളതല്ല, അല്ലേ? ആ ഒരു സന്ദർഭം കൂടെ നമ്മൾ ചിന്തിക്കണം. തനിക്ക് സ്വമേധ ഇതൊക്കെ അംഗീകരിക്കാൻ പ്രയാസമുള്ളൊരു സാഹചര്യത്തിൽ പോലും അബ്രഹാം ഇപ്പോഴും എൻ്റെ യജമാനനാണ്, അല്ലേ? അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് മാത്രമല്ല, നമുക്കറിയാം പിന്നീട് എന്താ സംഭവിച്ചു എന്നുള്ളത്, അല്ലേ? അബ്രഹാമിൻ്റെ വിശ്വാസം കണ്ട് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എബ്രായർ 11:11 ഒന്ന് വായിച്ചേ. എബ്രായർ 11:11 വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണിയതിനാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രസമ്പാദനത്തിനുള്ള പ്രാപ്തി ലഭിച്ചു, അല്ലേ? പ്രാപിച്ചു. 2-3 വാക്യങ്ങളിലേ ഉള്ളൂ സേറ നമ്മുടെ പുതിയ നിയമത്തിൽ. ഒരു വാക്യത്തിലും സേറയെക്കുറിച്ച് തെറ്റോ കുറ്റമോ ഒന്നും പറയുന്നില്ല, അല്ലേ? സേറ ഒരു നല്ല വിശ്വാസിയാണെന്നുള്ള ചിത്രമാണ് പുതിയ നിയമത്തിൽ തരുന്നത്. അപ്പോൾ അന്ന് ചിരിച്ചു, അതൊക്കെ ശരി തന്നെ, അതൊക്കെ വളർച്ചയുടെ ഭാഗമായിരുന്നു. ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിന് ലഭിച്ചിരിക്കുന്ന അതേ സാക്ഷ്യം തന്നെയാണ് സേറായ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ആ കീഴ്പ്പെടലിലും അനുസരണത്തിലൂടെയും അബ്രഹാമിനെ പോലെ തന്നെ മാതൃകയായ ഒരു വിശ്വാസിയായിട്ട് സേറ മാറി. അബ്രഹാമിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. റോമാലേഖനം 4:17-21 ഒന്ന് വായിക്കാം. ഈ ദൈവം വന്ന് അടുത്ത വർഷം നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ സേറ ചിരിച്ചു. പക്ഷേ അബ്രഹാം എന്താണ് ചെയ്തത്? അത് കണ്ടാലേ സേറ എങ്ങനെ ഈ പറഞ്ഞ എബ്രായർ 11:11 പറഞ്ഞ വിശ്വാസത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. റോമാലേഖനം 4:17-21 നിർത്തി വായിച്ചു പോകണേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. കേട്ടോ, ആശയ്ക്ക് വിരോധമായി അബ്രഹാം വിശ്വസിച്ചു, ആശിച്ചു, അല്ലേ? അപ്പൊ അബ്രഹാമിനും ഈ ദൈവം വന്നത് പറഞ്ഞപ്പോൾ ചിരിച്ചില്ലെന്നേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ എങ്ങനെ, അല്ലേ? ഇത്രയും പ്രായമായി എനിക്ക് എവിടുന്നാ, അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ്? വാഗ്ദത്തം ദൈവം കൊടുത്തു. ആശയ്ക്ക് വിരോധമായി എന്താ ആശയ്ക്ക് വിരോധമായി ആശിച്ചു എന്ന് പറഞ്ഞാൽ
മാനുഷികമായിട്ട് ആശയ്ക്ക് ഒരു വകയില്ല. നമ്മൾ പറയും കോമൺ സെൻസ് വേണോടാന്ന് പറയും അല്ലേ. സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ആശയ്ക്ക് ഒരു വകയുമില്ല. പക്ഷേ സാമാന്യ ബുദ്ധിക്ക് വിരോധമായി അവൻ ആശിച്ചതിൻ്റെ കാരണം അവൻ്റെ ആശ ദൈവവചനത്തിലാണ്. എന്താ ഈ ദൈവത്തിൻ്റെ പ്രത്യേകത? മരിച്ചവരെ ഉയർത്തുവാൻ കഴിയുന്നവനാണ് ഈ ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാണ് ഈ ദൈവം. അപ്പോൾ അവിടെ സാമാന്യ ബുദ്ധി മാറ്റിവെച്ചേച്ച് ദൈവം പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാം. അങ്ങനെ അവൻ ആശയ്ക്ക് വിരോധമായി ആശിച്ചു. ബാക്കി വായിച്ചാട്ടെ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ 100 വയസ്സുണ്ട് അബ്രഹാമിന്. തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും. അപ്പോൾ അതൊക്കെ ഗ്രഹിച്ചു. അല്ലാതെ ചിലരെ പോലെ കണ്ണടച്ച് വെച്ചേര് അങ്ങനെ രോഗമൊന്നുമില്ല നമ്മൾ 3 പ്രാവശ്യം കൺഫസ് ചെയ്യും അല്ലെ. ചിലർ അങ്ങനത്തെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. രോഗമൊന്നുമില്ല. അത് കണ്ണടച്ചിരുട്ടാക്കുന്ന പരിപാടിയാണ്. ഇവിടെ അതല്ല. എനിക്ക് 100 വയസ്സായി, ഉണ്ടാകത്തില്ല. സാറയുടെ ഗർഭപാത്രമൊക്കെ പൂട്ടിയിട്ട് വർഷങ്ങളായി, ഉണ്ടാകത്തില്ല. ഇതൊക്കെ ഗ്രഹിച്ചു. അല്ലാതെ ആരെങ്കിലും വന്ന് വെച്ചാൽ ഇയാളെന്തോ പൊട്ടത്തിലായി അങ്ങനെ പറയാം. ഇതെല്ലാം ബുദ്ധിയിൽ ഇതെല്ലാം ഗ്രഹിച്ചു. പക്ഷെ അവിടെ നിർത്തിയില്ല, ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവിശ്വാസത്താൽ സംശയിച്ചില്ല. ദൈവം വാഗ്ദത്തം നൽകി. ഇതൊക്കെ സാമാന്യ ബുദ്ധിയിൽ എങ്ങനെ സംഭവിക്കും? ഈ വസ്തുതകളും സാഹചര്യങ്ങളും ഗ്രഹിച്ചിട്ടും ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ തൻ്റെ ഉള്ളിൽ ആലോചനയുണ്ടെങ്കിലും അവിശ്വാസം നിമിത്തം ഈ വാഗ്ദത്തത്തെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അപ്പോ അവസാന അബ്രഹാമിന്റെ ഉള്ളിലിരിപ്പ് എന്താണ്? വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തൻ. എബ്രായർ 11:11 നമ്മൾ സേറായുടെ ഏറ്റുപറച്ചിൽ കേട്ടു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഭാര്യയും ഭർത്താവും കൂടെ അവസാനം അവിടെ വന്നങ്ങ് നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മുടെ തീരുമാനം ഇതാണ്. ഭർത്താവ് പറയാണ് വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തൻ. ഭാര്യ പറയാണ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. കണ്ടോ? ഞാൻ ചില സമയത്തൊക്കെ ഈ വചനം ഇങ്ങനെ ധ്യാനിച്ചിട്ട് വണ്ടിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഈ വചന ധ്യാനം പിന്നെ പാട്ടാകും. ചിലർക്കൊക്കെ വാട്സാപ്പിലൊക്കെ എൻ്റെ പാട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ 2 വാക്യങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹൈവേയിൽ ഇങ്ങനെ കുറേ ദൂരം യാത്ര, നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോകണേ കുറേ നേരം എടുക്കും. അപ്പോൾ ആ സമയത്താണിത്. അപ്പോൾ അങ്ങനെ ഈ 2 വാക്യങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചപ്പോൾ അതൊരു പാട്ടായി. അപ്പോൾ ആ പാട്ടിൻ്റെ ഈരടികൾ ഇങ്ങനെയാണ്. അതിൻ്റെ കോറസ് ഇങ്ങനെയാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിപ്പാൻ യോഗ്യൻ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ. പാടാമോ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിപ്പാൻ യോഗ്യൻ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ. അങ്ങനെ അവരൊരു കുടുംബമായിട്ട് അവർ ഒരുപോലെ ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പോൾ കണ്ടോ, കീഴ്പ്പെടാനുള്ളൊരു മനസ്സുള്ളത് കൊണ്ട് സേറ തൻ്റെ അവിശ്വാസത്തിൽ നിന്ന് ആ ചിരിയൊക്കെ ചിരിച്ച സേറ പിന്നെ എന്തായി? പുതിയ നിയമത്തിൽ വന്നപ്പോൾ വിശ്വാസത്താൽ സാറായും ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണി തൻ്റെ പ്രായമൊക്കെ അധികമായെങ്കിലും പുത്രസമ്പാദനത്തിനുള്ള പ്രാപ്തി ലഭിച്ചു. അവൾക്കും ഒരു സാക്ഷ്യം എബ്രായർ 11 കിട്ടി. ആദ്യം ചിരിച്ച ഭാര്യയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാ? എൻ്റെ ഭർത്താവിനെ ഞാൻ ബഹുമാനിക്കും, എൻ്റെ യജമാനനാണ്, എൻ്റെ തലയാണ് അല്ലേ. അങ്ങനെ ദൈവത്തെ അനുസരിക്കുന്ന ഭർത്താക്കന്മാരുള്ള, പ്രത്യേകിച്ച് അങ്ങനത്തെ ഭാര്യമാർ ശ്രദ്ധിച്ച് കേൾക്കണം. ചില സമയത്തൊക്കെ ദൈവം പുള്ളിയോട് പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരുമായിരിക്കും, പരിഹാസം ചിലപ്പോൾ വരുമായിരിക്കും, എന്തോന്നാ ഇങ്ങേര് എന്നൊക്കെ തോന്നും. പക്ഷെ അവിടെ നമ്മൾ കർത്താവ് എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ കീഴ്പ്പെടാൻ വിളിക്കപ്പെട്ടവളാണ്, ഞാൻ യജമാനൻ എന്ന് വിളിച്ച്, അതായത് എൻ്റെ തലയെന്ന് വിളിച്ച് ഞാൻ കീഴ്പ്പെടുമെന്ന് തീരുമാനിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്ക് വഴിവെക്കും അല്ലേ. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാറായുടെ പുത്രിമാരാണോ? ഭർത്താക്കന്മാരോട് ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വിയോജിപ്പൊക്കെ തോന്നുന്നിരിക്കും. പക്ഷേ ദൈവത്തോടുള്ള അനുസരണ നിമിത്തം അവരെ ബഹുമാനിക്കുകയും അവരോട് കീഴ്പ്പെടുകയും ചെയ്യുന്നുണ്ടോ? ഈ കുടുംബത്തിൻ്റെ തല പുള്ളി തന്നെയാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച്
ദൈവം പുള്ളിയെ തലയെന്ന രീതിയിൽ നയിക്കുവാൻ മതിയായവനാണെന്ന് തീരുമാനിച്ച് സ്വസ്ഥതയോടെയൊക്കെയാണോ എല്ലാവരും ഇരിക്കുന്നത്? അല്ലേ? ദൈവം തന്ന ഭർത്താവാണ്. ഇപ്പം ചിലപ്പോൾ പുള്ളി ചിന്തിക്കുന്നത് തെറ്റാണേ പോലും എൻ്റെ തലയുടെ തലയായ ദൈവം പുള്ളിയെ നയിച്ചോളൂ എന്ന് പറഞ്ഞ് സമാധാനത്തിൽ ഇരിക്കാൻ പഠിക്കണം. അതാണ് ഇവിടെ സേറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, നന്മ ചെയ്ത് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇത് സേറയെക്കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. കാരണം നന്മ ചെയ്ത് ഭീഷണി ഒന്നും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീരും. അപ്പോൾ മൂന്നാമത്തെ കാര്യം, സേറ കഷ്ടതയുടെ നടുവിലും പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും നന്മ ചെയ്തു. ആ പ്രതികൂലം എന്താണെന്നൊക്കെ ഉള്ളത് ആ ഭീഷണിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാലാമതായിട്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, എല്ലാ കഷ്ടതയും പ്രയാസവും അല്ലേ, അവരുടെ നല്ല വീടൊക്കെ വിട്ട് ഈ കാനാൻ ദേശത്ത് പരദേശികളായി കൂടാരങ്ങളിൽ പാർത്തിങ്ങനെ നാടോടികളെ പോലെ നടക്കുകയാണ്. അപ്പോൾ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് കാണും. പക്ഷെ അതിൻ്റെ മധ്യത്തിലും നന്മ ചെയ്തു. ഇത് പ്രത്യേകിച്ച് ഈ പത്രോസിൻ്റെ ലേഖനം പഠിച്ചവർക്കേ ഇത് മനസ്സിലാവുള്ളൂ. ഇതിനകത്തെ ഒരു വലിയ ഒരു വിഷയമാണ്. പത്രോസ് ഈ ലേഖനം എഴുതിയപ്പോൾ തൻ്റെ മനസ്സിൽ ഈ കഷ്ടതയിൽ നന്മ ചെയ്യുക, ഇതൊക്കെ തൻ്റെ മനസ്സിലുള്ളതാണ്. 1-2 വാക്യങ്ങൾ വായിക്കാം. 1 പത്രോസ് എടുക്കാം, ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 1 പത്രോസ് 2:12. നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇതാരായി അവരെന്ന് ചോദിച്ചാൽ നിങ്ങളെ കുറ്റം പറയുന്നവരുടെ ഇടയിൽ. നിങ്ങൾ വിശ്വാസിയായിട്ട് നടക്കുമ്പോൾ നിങ്ങളെ കുറ്റം പറയുന്നവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നല്ലതായിരിക്കണം. എന്തിന്? ഒരു നാൾ കർത്താവ് മടങ്ങി വരുമ്പം, അന്നത്തെ കാര്യമായി പറയുന്നത്, ഒരു നാൾ കർത്താവ് മടങ്ങി വരുമ്പോൾ സന്ദർശന ദിവസത്തിൽ അവർ അത് ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തും. അയ്യോ, അത് ആലോചിച്ചിട്ട് ഇന്ന് നേരെ ചൊവ്വേ നടന്നോണം. കഷ്ടതയുടെ നടുവിൽ നല്ല നടപ്പ് കാഴ്ചവെക്കണം. 15-ാമത്തെ വാക്യം 2:15. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടമാകുന്നു. തിരിച്ചു തർക്കുത്തരം പറഞ്ഞല്ല അവരെ മിണ്ടാതിരിപ്പിക്കേണ്ടത്. പലപ്പോഴും ചില സഹോദരിമാർ അതിൽ മിടുക്ക് കാണിച്ചു പറയും, ഞാനൊരു 2 വാക്ക് പറഞ്ഞാൽ എല്ലാവരും മിണ്ടായിരിക്കുമെന്ന്. അല്ലേ? അത് വീമ്പ് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. എൻ്റെ നാവ് അങ്ങോട്ട് ഇറക്കിയാണ്ടല്ലോ സഭയിലെ പാസ്റ്റർ പോലും അവിടെ മിണ്ടായിരിക്കും. അല്ലേ? ചില അങ്ങനെ ഞാൻ വീമ്പ് പറയുന്ന അങ്ങനത്തെ സഹോദരി പറഞ്ഞിരിക്കാൻ അങ്ങനെയൊന്നും അല്ല മിണ്ടാതാക്കേണ്ടത്. മിണ്ടാതാക്കണം, ദൂഷണം പറയുന്നവരെയൊക്കെ മിണ്ടാതാക്കണം. എങ്ങനെ? നന്മ ചെയ്തുകൊണ്ട്. അവർക്ക് പിന്നെ ലജ്ജ ഇത്രയും നന്മ ചെയ്യുന്ന ആളെ എങ്ങനെ കുറ്റം പറയും? വേറൊരാളെ പിടിക്കും, അടുത്ത ആളെ കുറ്റം പറയും. നിങ്ങളെക്കുറിച്ച് പറയാൻ വയ്യ, എങ്ങനെ പറയും? ഇത്രയും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ കുറിച്ച് എങ്ങനെ കുറ്റം പറയും? ഇപ്പം നമ്മുടെ നാട്ടിൽ കവലയിൽ പോയിട്ട് അരമണിക്കൂർ ഗാന്ധിജിക്കെതിരെ പ്രസംഗിക്കാൻ പറ്റും. നമുക്ക് ഉള്ളിൽ ഗാന്ധിജിയുടെ പല കാര്യത്തോടും എതിർപ്പുണ്ടെങ്കിലും പറ്റത്തില്ല. കാരണം ആരും കേൾക്കത്തില്ല. പോടാ അവിടുന്ന് എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മളെ നന്മ ചെയ്ത് ഇവരുടെയൊക്കെ വാ പൂട്ടിക്കണം കേട്ടോ. അപ്പം കഷ്ടതയുടെ നടുവിൽ നന്മ ചെയ്യണം. 19-ാമത്തെ വാക്യം 2:19, 19, 20 മുതൽ 21 വരെയും. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകും. ദൈവപ്രസാദമാകും. ദൈവത്തെ ഓർത്തിട്ട് കേട്ടോ, വേറെ ആരെയും ഓർത്തിട്ടില്ല. അതിൻ്റെ ദൈവത്തെ ഓർത്തിട്ട് എന്ത് ചെയ്യുന്നു? അന്യായമായ കഷ്ടം അല്ലെ, ന്യായമായ കഷ്ടമല്ല. നിങ്ങൾ നന്മ ചെയ്തിട്ട് തിരിച്ച് ചവിട്ട് കിട്ടി. അന്യായമായ കഷ്ടവും ദുഃഖവും ദൈവത്തെ ഓർത്ത് സഹിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് വളരെ പ്രസാദം. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ, ദൈവപ്രസാദമുള്ളൊരു ജീവിതം നയിക്കുവാൻ കർത്താവ് ബലം തരണം. അപ്പം തന്നെ വരും അന്യായമായ കഷ്ടവും ദുഃഖവും. നോക്കട്ടെ പ്രസാദമുള്ള ജീവിതമാണോ എന്ന്. അല്ലേ? ഇത് 1-2 പേർക്കുള്ളതാണോ? അടുത്ത വാക്യം വായിച്ചേ. ഉള്ള കൊള്ളരുതായ്മ എല്ലാം ചെയ്ത് അതിൻ്റെ പേര് അടി കൊള്ളുന്നതിന് ക്രിസ്തീയ കഷ്ടത എന്നൊന്നും ആരും പറയരുത്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നന്മ ചെയ്തിട്ട്, അല്ലേ, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അയ്യോ, ഞാൻ നല്ല ചെയ്തിട്ട് തിരിച്ച് ചവിട്ട് കിട്ടി, അത് ദൈവത്തിന്. ഇതെന്തോന്ന് ദൈവമായത്? ദൈവം വല്ലോ മാനസിക രോഗിയാണോ? അല്ലേ? അതല്ല. അതാണ് അടുത്ത വാക്യം, 21-ാം വാക്യം. നിങ്ങളെ ക്രിസ്തുവിൽ രക്ഷിച്ച് വിളിച്ചിരിക്കുന്നതേ ഇതിനു വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ആരും ചിന്തിക്കരുത് എന്തോ വിചിത്രമായ കാര്യമാണ് നന്മ ചെയ്തിട്ട് തിരിച്ച് അടി കിട്ടിയെന്ന്. അല്ലെ? ചിലരൊക്കെ ശുശ്രൂഷ, ഞാൻ ആ സഭ എന്തുമാത്രം തിരിച്ച് എന്നെ ചവിട്ടി ദൂരെ കളഞ്ഞു. അതിലൊന്നും വിചിത്രമായിട്ടൊന്നും കാണാം. ഇതിന് വേണ്ടിയിട്ടാ നിങ്ങൾ എഴുതി കൊടുത്ത കർത്താവിൽ ഞാൻ എന്താ കടന്നു വരുന്നത്? നമ്മളൊക്കെ അതിനു വേണ്ടിയാണോ കർത്താവ് കടന്നു വന്നേ? ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കാരണം ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അല്ലേ? ആ കാൽച്ചുവട് പിന്തുടരുവാൻ അതൊരു മാതൃകയായി നമുക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന് കർത്താവേ നിന്നെ പിൻപറ്റണമെന്നൊക്കെ പറയുമ്പോൾ ഇതാ പ്രാർത്ഥിക്കുന്നത്. അന്യായമായ കഷ്ടവും ദുഃഖവും ദൈവത്തെ ഓർത്തുകൊണ്ട്
സഹിക്കും. അല്ലേ? നന്മ ചെയ്ത് സഹിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തീയ വിളി. അല്ലേ? അതുകൊണ്ടാണ് പലപ്പോഴും ഇതൊന്നും പ്രസംഗിക്കാത്തത്. ശരിയായ ക്രിസ്ത്യാനിത്വം ഇതാണ്. ഇതൊക്കെ ആർക്കെങ്കിലും പ്രസംഗിച്ച് കേൾക്കണോ? കടന്നു വാ, കടന്നു വാ. അല്ലേ? ഇപ്പോൾ ഒരു ഓൾട്ടർ കോൾ കൊടുക്കുകയാണെങ്കിൽ എത്ര പേര് വരും? കടന്നു വാ, കടന്നു വാ, ഇതുപോലെ ക്രിസ്തുവിനെ പോലെ നന്മ ചെയ്ത് കഷ്ടം സഹിക്കാൻ മനസ്സുള്ളവരൊക്കെ കടന്നു വാ. എത്ര പേര് വരും? നമ്മളാരും പോകത്തില്ല. അയ്യോ ഇതെന്തോന്ന്, അല്ലേ? രക്ഷിക്കപ്പെട്ടപ്പോൾ മറ്റേ കൺവെൻഷന് പ്രസംഗിച്ചാൽ അതൊന്നും അല്ലായിരുന്നല്ലോ. എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരകൻ യേശു ക്രിസ്തു. പിന്നെ ഇനി അങ്ങോട്ട് സുഖം സുഖം സുഖം, എല്ലാ കാര്യവും നോക്കാൻ ഒരു വേലക്കാരനാണ് യേശു ക്രിസ്തു. എല്ലാ പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ടും കൊടുത്താൽ മതി, എല്ലാം സോൾവ് ചെയ്ത് തരും. ഇതെന്തോന്നാ? നന്മ ചെയ്തിട്ട് ചവിട്ട് കൊള്ളണമെന്ന്. കണ്ടോ? തുടർന്നും കുറേ വാക്യങ്ങളുണ്ട്. പെട്ടെന്ന് 3:13-14, 3-ാം അധ്യായം 13-14. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവർ. പത്രോസ് ചോദിക്കുന്നത് കണ്ടോ, നിങ്ങൾ ശരിക്കും അങ്ങോട്ട് നന്മ ചെയ്യാണ്, പിന്നെ ആർക്ക് ദോഷം ചെയ്യാൻ പറ്റും? അപ്പോൾ അവർ നമുക്കെതിരെ അന്യായമായ ദുഃഖവും കഷ്ടവും കൊണ്ടുവരുമ്പോൾ പത്രോസ് അതിനെ വിവേചിക്കുന്നുണ്ടോ? അത് കഷ്ടവും ദുഃഖവും ഒക്കെ തന്നെ, പക്ഷെ ദോഷമല്ല. ഇവിടാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ ഈ കഷ്ടവും ദുഃഖവും വരുമ്പോൾ അതിനെ അപ്പോഴേ എഴുതി വെക്കും, ഇത് ദോഷമാണ്. കഷ്ടവും ദുഃഖവും ദോഷമല്ല. നന്മ ചെയ്തുകൊണ്ട് കഷ്ടവും ദുഃഖവും സഹിക്കുമ്പോൾ അത് എനിക്കൊരു നന്മയും നഷ്ടപ്പെടുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി വ്യാപരിക്കാൻ വേണ്ടി അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അന്യായമായ കഷ്ടവും ദുഃഖവും എനിക്ക് നന്മ തന്നെ വരുത്തുമല്ല, ദോഷമല്ല. യേശു ക്രിസ്തു ക്രൂശി മരിച്ചു, അത് അന്യായമായ ദുഃഖമായിരുന്നു, കഷ്ടമായിരുന്നു, ദോഷമായിരുന്നു. യേശുവിന് നിത്യമായ പ്രശംസയും പുകഴ്ചയും കരേറ്റുവാൻ, അല്ലേ? ഇനി നിത്യതയിൽ ഇനി പാട്ട് പാടത്തുള്ളൂ. അവൻ ക്രൂശി മരിച്ചു, ക്രൂശി മരിച്ചു, ക്രൂശി മരിച്ചു, അങ്ങനെ ഞങ്ങളെ രക്ഷിച്ചു. ഇത് തന്നെ പാടാൻ പോകുന്നത്. അന്ന് സഹിച്ച ആ കഷ്ടം ദോഷമൊന്നുമല്ല. നമുക്കും ദോഷമായില്ല, നമുക്കും നന്മ ഭവിച്ചു. അല്ലേ? അപ്പോൾ അല്പകാലത്തേക്ക് അന്യായമായ ദുഃഖവും കഷ്ടവും ഒക്കെ സഹിക്കേണ്ടി വരും, പക്ഷെ അത് ദോഷമല്ല. അങ്ങനെ നിങ്ങൾ നന്മയ്ക്കായി ശുഷ്കാന്തി ഉള്ളവരെങ്കിൽ ആര് നിങ്ങൾക്ക് ദോഷം ചെയ്യും? നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതൊക്കെ നമ്മുടെ സാധാരണ കാഴ്ചപ്പാടിന് എന്ത് വ്യത്യസ്തമാണ്, അല്ലേ? നമ്മൾ നന്മ ചെയ്തു, നമ്മൾ സേവിച്ചു, നമ്മൾ സ്നേഹിച്ചു, തിരിച്ച് ചവിട്ട് കിട്ടി. ആരെക്കുറിച്ചായി പറയുന്നത്? ഭർത്താക്കന്മാരെ കുറിച്ചായി പറയുന്നത്. നിങ്ങളൊക്കെ അത് ചിന്തിച്ചാൽ മതി. അങ്ങോട്ട് എന്ത് സ്നേഹം കൊടുത്തു, അങ്ങോട്ട് എന്ത് സേവനം ചെയ്തു, ഇങ്ങോട്ട് ഒന്നും കിട്ടിയില്ല, അല്ലേ? പലപ്പോഴും നമ്മൾ വീടുകളിൽ പോകുമ്പം ഭാര്യമാർ പറയുന്നതാണ്, ഞാൻ എന്ത് കഷ്ടപ്പെട്ട രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട് നോക്കുന്നത്, രാത്രിയാകുമ്പോൾ എല്ലാവരും ആഹാരം കഴിച്ച് കിടന്നുറങ്ങും, ഒരു താങ്ക് യു പോലും പറയത്തില്ല, അല്ലേ? അമ്മമാർക്കാണ് ഈ താങ്ക് യു ഒട്ടും കിട്ടാത്തത്. കാരണം എന്താ? ഇഡ്ഡലി സാമ്പാറൊക്കെ വെക്കുന്നതിന് എന്തോ ഇത്ര താങ്ക് യു. എന്നാൽ ഇഡ്ഡലി സാമ്പാർ സ്വന്തമായിട്ട് വെക്കുമ്പോഴേ അത് പഠിക്കത്തുള്ളൂ. അമ്മമ്മമ്മോ, എന്തോ ഒരു പണിയാണ് ഇതൊക്കെ, അല്ലേ? പ്രത്യേകിച്ച് ഇന്ത്യൻ കുക്കിംഗ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ജോലിക്ക് പോകണം, ജോലി ചെയ്യണം, വീട്ടിലെ എല്ലാ കൂറയും കഴുകണം. ഒരു വീട് നടത്തുന്നത് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവും, അമ്മമാർക്കൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ താങ്ക് യു പറഞ്ഞാലും തീരത്തില്ല. അപ്പോൾ കണ്ടോ, നല്ലത് അങ്ങോട്ട് ചെയ്തേച്ച് തിരിച്ച് ഒന്നും കിട്ടിയില്ലേലും നിങ്ങൾ എന്താണെന്നറിയോ? ഭാഗ്യവാന്മാരാണ്. പ്രതിഫലമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ദൈവം, അല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പഠിക്കണം. നന്മ ചെയ്തു, പക്ഷെ തിരിച്ച് ഒന്നും കിട്ടിയില്ല, അത് ഭാഗ്യമുള്ളത് കൊണ്ടാണ്. നമുക്ക് തുടർന്ന് വായിക്കാം. 16-17, 3-ാം അധ്യായം 16-17. നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കും. നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്ത് സഹിക്കുന്നത് ഏറ്റവും നന്ന്. പത്രോസ് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. 4-ാം അധ്യായം 15-16. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ കണ്ടോ, ക്രിസ്തീയ കഷ്ടത അതാണ്, നന്മ ചെയ്യുക. അല്ലാതെ കൊലപാതകനായിട്ടോ അല്ലെങ്കിൽ കള്ളം ചെയ്തതായിട്ടോ. പിന്നെ സഹോദരിമാർ പ്രത്യേകിച്ച് നോട്ട് ചെയ്തതിന് അവിടെ പറഞ്ഞു, പരകാര്യങ്ങളിൽ ഇടപെട്ടിട്ട്. വല്ലവരുടെയൊക്കെ കാര്യത്തിൽ പോയി ഏഷണി പറയാനും ദൂഷണം പറയാനും, നമ്മൾ അയലത്തെ വീട്ടിലെ കാര്യത്തിലൊക്കെ കയറി ഇടപെട്ടിട്ട് അടികൊള്ളും. അതൊന്നും ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുകയാണെന്ന് ആരും ചിന്തിക്കരുത്. കണ്ടോ, ഇങ്ങനെ നിങ്ങൾ കഷ്ടം സഹിക്കണമെന്നെല്ലാം പറഞ്ഞ് അവസാനം പത്രോസ് 5-ാം അധ്യായം 12-ാം വാക്യം, ഞാനൊന്ന് നിർത്തട്ടെ ഈ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്യം ഒന്ന് നോക്കിക്കേ. 5:12. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട്
ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സില്ലാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും കൊണ്ടുള്ള തലക്കെട്ട് ഈ അവസാനമായി തലക്കെട്ട് പറഞ്ഞു. പൗലോസ് നേരെ തിരിച്ച തുടക്കമെല്ലാം പറയും. പത്രോസ് എല്ലാം കഴിഞ്ഞിട്ട് പറയും ഞാൻ എന്തിനെ കുറിച്ചായി പ്രസംഗിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് ഇതാണ്, സത്യകൃപ. ഇംഗ്ലീഷിലൊക്കെ വളരെ ദിസ് ഈസ് ദ ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ്. ഇങ്ങനെയൊക്കെ അനുഭവിക്കണം. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും നന്മ ചെയ്യുന്നു, നന്മ ചെയ്ത് പഴി പറയുന്നവരുടെ വാപൂട്ടുന്നു, ക്രിസ്തുവിൻ്റെ പാതയിൽ അന്യായമായ ദുഃഖവും കഷ്ടമൊക്കെ നടന്ന് അതൊക്കെ സഹിച്ചു നടക്കുന്നു, അല്ലേ? ദൈവത്തിൽ മാത്രം ആശ വെക്കുന്നു. അത് നമ്മൾ എടുത്ത് വായിച്ചില്ല. ക്രിസ്തുവും കഷ്ടത സഹിച്ചപ്പോൾ ആ നീതിമാനായ ന്യായവിധി ചെയ്യുന്ന പിതാവിൻ്റെ കരത്തിലേക്കെല്ലാം പരമേൽപ്പിച്ചു. അവൻ എനിക്ക് ന്യായം തന്നോളൂ. ഇവരാരും ന്യായവും തരുന്നില്ലെങ്കിലും ദൈവം എനിക്ക് ന്യായം തന്നോളൂ എന്നുള്ള ആ ബലത്തിലിരിക്കും. ഇതാണ് സത്യകൃപയുടെ അനുഭവം. ഒരു വ്യക്തിയിൽ ദൈവകൃപ കടന്നു വന്നാൽ ദൈവം ഇതെല്ലാം ഉളവാക്കും. ഇങ്ങനൊരു സഹനവും സ്നേഹവും സഹിഷ്ണുതയൊക്കെ ഉളവാക്കും കേട്ടോ. അപ്പോൾ ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ മുഴുവനുണ്ട് നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോൾ? കഷ്ടത സഹിക്കുമ്പോൾ. അപ്പോൾ സേറായുടെ കാര്യമൊക്കെ പറയാൻ ഇവിടെ പത്രോസിനെ പ്രചോദിപ്പിച്ചത് ഇതായിരിക്കും. ഈ ബുദ്ധിമുട്ടും ഈ കീഴ്പ്പെടലിൻ്റെയൊക്കെ നടുവിലും നന്മ ചെയ്തു. എന്ത് നന്മയാണ് സേറ ചെയ്തത്, അല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് ഉൽപ്പത്തിയിൽ പോയാൽ അങ്ങനെ പെട്ടെന്ന് സേറ ഇത് ചെയ്തു അത് ചെയ്തു എന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? സേറ അബ്രഹാമിൻ്റെ കൂടെ ഒരു പിറുപിറുപ്പും കൂടാതെ കീഴ്പ്പെട്ട് അനുസരിച്ച് നടന്നു. അതൊരു നന്മയല്ലേ? തനിക്ക് വേണേൽ സ്വന്തമായിട്ട് എഴുന്നേറ്റ് എന്നിട്ട് പറയാം ഇതൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഇവിടെ താമസിക്കുന്നില്ലേ പറഞ്ഞത്, നിങ്ങൾ വാക്ക് മാറുകയല്ലേ ഇപ്പം. അങ്ങനെ തറുതലയൊന്നും പറഞ്ഞില്ല, അല്ലേ? കീഴ്പ്പെട്ടു, അനുസരിച്ചു. ഒരിക്കലും താൻ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല, ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, അല്ലേ? തിരിച്ചു പോകണമെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. അയ്യോ ഇവിടുത്തെ മതിയായി കേട്ടോ, അല്ലേ? ചില അങ്ങനത്തെയും നമ്മൾ കണ്ടിട്ടുണ്ട്. മിഷൻ ഫീൽഡിൽ വരും, 3-4 മാസമൊക്കെ നിൽക്കും, പിന്നെ ഭാര്യ പറയും ഇവിടെ എന്നെ കൊണ്ട് പറ്റത്തില്ല, പിന്നെ തിരിച്ചു പോകും, അല്ലേ? എത്രയോ പേരുണ്ട് അങ്ങനെ തിരിച്ചു പോകുന്നത്, അല്ലേ? അങ്ങനെ ഒരിക്കലും പറയുന്നില്ല, ഭീഷണി മുഴക്കുന്നില്ല. മനുഷ്യ തിരിച്ചു പോയാൽ ഞാൻ ഡിവോഴ്സ് ചെയ്യും കേട്ടോ, അതില്ല, അല്ലേ? ഭീഷണി മുഴക്കുന്നില്ല. ഇതെല്ലാം നന്മയാണ്, അല്ലേ? പിന്നെ ലോത്തിൻ്റെ ഭാര്യയെ പോലെ എപ്പോഴും തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അയ്യോ നമ്മുടെ അവിടെ എന്ത് നല്ല പ്ലാവ് ഉണ്ടായിരുന്നു, ചക്കയൊക്കെ തിന്നായിരുന്നു, മാങ്ങയുണ്ടായിരുന്നു, തേങ്ങയുണ്ടായിരുന്നു, അല്ലേ? ഇതെല്ലാം ഇട്ടേച്ചതാണ്ട് ഈ കാട്ടുഭൂമി വന്ന് കിടക്കുന്നു. ഇവിടെ നല്ല സ്ഥലം ഉണ്ടായിരുന്നതും കൂടി ഇയാൾ ലോത്തിന് എഴുതി കൊടുത്തു. നീ കാണുന്ന പച്ചപ്പൊക്കെ നീ എടുത്തോ, എനിക്ക് ദൈവം തന്നോളൂ. എന്നിട്ട് എവിടെ തന്നു ദൈവം? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടോ? ഇയ്യോബിൻ്റെ ഭാര്യയെ പോലെ പറയുന്നുണ്ടോ? ലോത്തിൻ്റെ ഭാര്യയെ പോലെ പറയുന്നുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ നമ്മൾ എബ്രായർ 11 വായിച്ചതുപോലെ നിത്യതയെ കണ്ണുവച്ചിരിക്കുകയായിരുന്നു സാറായും. ഇവിടെ ഒരു കൂടാരമൊക്കെ മതി, ഇവിടെ അന്യനും പരദേശിയുമാണ്, വരുവാനിരിക്കുന്ന സ്വർഗീയ പട്ടണം കർത്താവ് പണിയുന്ന ആ പട്ടണം മതി. വാഗ്ദത്ത ദേശത്ത് ഒരു കൂടാരമൊക്കെ പണിഞ്ഞ് അന്യനും പരദേശിയായിട്ട് നടക്കാൻ ഞാനും തയ്യാറാണ്. ഇന്ന് മാത്രമല്ല, പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഇസഹാക്കിനെ വളർത്തി ഒരു വലിയ ദൈവ മനുഷ്യനാക്കിയതിലും സേറായ്ക്ക് പങ്കുണ്ട്, അല്ലേ? സേറ അബ്രഹാമിനെ ഒരിക്കൽ പോലും ചോദ്യം ചെയ്തിട്ടില്ല. ദൈവം പറയുമ്പോൾ അബ്രഹാം അനുസരിക്കുന്നു, ആരും ചോദ്യം ചെയ്യുന്നില്ല എന്ന് കണ്ട് ഇസഹാക്കും പിന്നെന്തായി? ഉൽപ്പത്തി 22 ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പാ? നമ്മളവിടെ മേളിൽ പോയി യാഗം കഴിക്കാൻ വന്നു, അതിന് വേറെ മൃഗമൊന്നും ഇല്ലല്ലോ, മൃഗമൊക്കെ ദൈവം തരും. ഓ ശരി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് നീ കയറി കിടക്കെന്ന് പറഞ്ഞപ്പം അയ്യടാ അപ്പന് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചില്ല. കാരണം എന്താണ്? നല്ല അമ്മയ്ക്ക് പിറന്നതായിരുന്നു. അമ്മ ഒരിക്കലും അപ്പനെതിരെ തറുതല പറയുന്നതോ എതിർത്തു നിൽക്കുന്നതോ മത്സരിക്കുന്നതോ മകൻ കണ്ടിട്ടില്ല. അത് നിങ്ങൾ നോക്കണം. അങ്ങനത്തെ വീടുകളിലെ പിള്ളേർ അപ്പനോട് എപ്പോഴും എതിർക്കും. എനിക്കിഷ്ടമില്ലാത്തത് അപ്പൻ പറഞ്ഞാൽ ഞാൻ എതിർക്കും എന്ന് പറയുന്ന അമ്മമാരുടെ മക്കളെല്ലാം അപ്പൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു പറയുന്നവരായിരിക്കും. നേരെ തിരിച്ചുകൊണ്ട് അമ്മമാരെ സ്നേഹിക്കാത്ത ഭർത്താക്കന്മാരുള്ള വീട്ടിൽ പിള്ളേരും അതുപോലെ ആയിരിക്കും. പിള്ളേർ അപ്പനെ അമ്മയെ നോക്കി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൻ അമ്മയെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ എങ്ങനെ നോക്കുന്നു എന്നുള്ളത് പിള്ളേർ കണ്ടുപിടിച്ചേച്ച് അപ്പോൾ അമ്മയോട് ഇതും പറയാം, അമ്മയോട് അതും ചെയ്യാമെന്നൊക്കെ അവരും പഠിക്കുകയാണ്. നേരെ തിരിച്ച് അപ്പനോട് എങ്ങനെ കീഴ്പ്പെടണം, അപ്പനോട് എങ്ങനെ അനുസരിക്കണമെന്നൊക്കെ ഭാര്യമാർ കാണിച്ചു കൊടുക്കുന്ന അനുസരിച്ചാണ് അപ്പനൊരു വലിയ അധികാരിയാണെന്നുള്ള ബോധം പിള്ളേർ വരുന്നത്. ഇത് രണ്ടും ഇല്ലാത്ത വീട്ടിലെ പിള്ളേർ അമ്മയെ പോലെ അപ്പനോട് തറുതലയും പറയും, അപ്പനെ പോലെ അമ്മയെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യും. അപ്പോൾ കണ്ടോ, ഈ ഇസഹാക്ക് എന്ന് പറയുന്ന വളരെ ശാന്തശീലനും, അല്ലേ,
ആരോടും ഒരു വഴക്ക് വിടാൻ പോവാതെ ഇങ്ങനെ നടക്കുന്ന, അല്ലേ, ഒരു ചോദ്യവും ചോദിക്കാതെ നല്ല നടപ്പ് കാഴ്ചവെക്കുന്ന ഇസഹാക്ക് എങ്ങനെ ഇസഹാക്കായി? അബ്രഹാമിനോട് കൂടെ സേറായും ആ നന്മ ചെയ്തു, നല്ലൊരു മകനെ വാർത്തെടുത്തു, അല്ലേ? അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സേറ ചെയ്ത നന്മകൾ. അപ്പോൾ ഇത്രയും കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ച് ഒരു പരദേശിയായിട്ട് നടക്കുമ്പോൾ തന്നെ സേറ നന്മ ചെയ്യാൻ തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ 3-ാം അധ്യായത്തിലെ പത്രോസ് നമ്മൾ വായിച്ച 6-ാമത്തെ വാക്യത്തിന് തൊട്ടു മുമ്പ് അവിടെ ഈ ആഭരണത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ് 4-ാമത്തെ വാക്യം, ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അപ്പോൾ കണ്ടോ, അവിടെ ആ മുൻഗണനയാണ് പറയുന്നത്. പുറമേ ഉള്ള ഈ ഫാഷൻ, അല്ലേ, തല പിന്നിക്കെട്ടുന്നു, പിന്നെ സ്വർണം, ആഭരണം, ഇതിലൊന്നുമല്ല അലങ്കാരം ആണ് ഈ ഭൂഷണം എന്നുള്ള വാക്കല്ലേ. അക്ഷയഭൂഷണം എന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു പോകാത്ത അലങ്കാരം. ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരം. അപ്പോൾ ഈ അലങ്കാരം പുറമേ ഉള്ളതല്ല, ഏത് സാരി ഇടുന്നു, ഏത് കളർ ഇരിക്കുന്നു, അല്ലേ. പെണ്ണുങ്ങളുടെ കാര്യം പിന്നെ പറയണ്ട, അല്ലേ. ഇതൊരു വലിയൊരു വിഷയമാണ്, അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഇവിടെ പത്രോസ് പറയുകയാണ്, പുറമേ ഉള്ളതല്ല സൗന്ദര്യം, അകമേ ഉള്ളതാണ് ആ അക്ഷയഭൂഷണം, ആ നിലനിൽക്കുന്ന ക്ഷയിച്ചു പോകാത്ത ഭൂഷണം, അലങ്കാരം എന്താകുന്നു? അത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ ഗുണഗണങ്ങളാണ്. എന്താണ് ആ ഗുണം? സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ്. അപ്പം സേറ പുറമേ ഉള്ളതൊന്നും നോക്കിയിരിക്കുകയല്ലായിരുന്നു. അങ്ങനത്തെ ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുടെ കാര്യം പോക്കാ. ചേട്ടാ മറ്റേ സാരി തന്നെ വാങ്ങിച്ചു തരണേ, അല്ലേ, നിങ്ങൾ പറഞ്ഞാണല്ലോ മറ്റേ ആ നെക്ലസ് വാങ്ങിച്ചു തരും, ഇങ്ങനെ നമ്മളെ ഇട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഭർത്താക്കന്മാർക്ക് മതിയായി, എവളെന്തോന്ന്, ഞാനെന്തോ ഈ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതോ ഇതെല്ലാം ഇങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കാൻ, അല്ലേ, അങ്ങനെ പെസ്റ്റർ ചെയ്യുക, ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അല്ല, സേറയ്ക്ക് അതൊന്നും കുഴപ്പമില്ല. അതുകൊണ്ടാണ് സേറ ഈ വലിയ ബംഗ്ലാവൊക്കെ വിട്ടിട്ട് വന്നത്. അകത്തെ മനുഷ്യൻ, അത് പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും ദൈവത്തോട് അടുക്കുന്ന വ്യക്തികൾ ഭക്തന്മാരാകും തോറും അവർക്ക് പുറമേ ഉള്ള ലോകത്തോടുള്ള അഭിനിവേശമൊക്കെ നിൽക്കും. അവർക്ക് അകത്തെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് പ്രാധാന്യം. അകത്തെ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഗൂഢമനുഷ്യൻ, മനുഷ്യർക്കാർക്കും കാണാൻ പറ്റാത്ത അകത്തെ മനുഷ്യൻ ദൈവസന്നിധിയിൽ നല്ല സൗമ്യതയും സാവധാനതയും ഉള്ളതായിരിക്കണം. കാരണം അതാണ് ദൈവസന്നിധിയിൽ വിലയേറിയത്. 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയത്. ഇറ്റ്സ് പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ദാറ്റ് ക്വയറ്റ് ആൻഡ് മീക്ക് സ്പിരിറ്റ്. അത് ഏത് വ്യക്തിയിലാണേലും ദൈവത്തിന് ആകർഷണീയമാണ്. പക്ഷേ സഹോദരിമാരുടെ കാര്യത്തിലാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് അകത്തെ മനുഷ്യൻ. അപ്പോൾ കണ്ടോ, സേറ ഈ ഗുണഗണങ്ങൾക്കെല്ലാം വില കൊടുത്ത്, അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് ഈ കഷ്ടതയുടെയൊക്കെ നടുവിൽ നന്മ ചെയ്ത് മുന്നേറുവാൻ സേറയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങളൊക്കെ സാറായുടെ പുത്രിമാരാണോ? നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളോടുമുള്ള നിങ്ങളുടെ പ്രതിബദ്ധത ഏത് സാഹചര്യത്തിലും സ്ഥിരമായി പോവുകയാണോ? അതോ നല്ല കാലത്ത് നന്നായി പോവും, ചീത്ത കാലത്ത് താഴോട്ട് പോവും? എനിക്കെതിരെ ദോഷവും കഷ്ടതയൊക്കെ വരുത്തി വെക്കുകയാണ്, ഞാൻ നിർത്തുവന്ന്. ചിലരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, സഭയെ കുറച്ച് നാൾ കാണാറില്ല. എന്ത് പറ്റി? ആരോ ചവിട്ടി, അല്ലേ, ആരോടോ ഒരു നീരസം. ചില പ്രസംഗിക്കുന്നവനോട് തന്നെ ആയിരിക്കും നീരസം, പിന്നെ കുറച്ച് കാലം കാണത്തില്ല, സഭയെ വരത്തില്ല. എന്താ? അപ്പോൾ സഭയെ വരുന്നോണ്ടിരുന്നത് എന്തുകൊണ്ടായിരുന്നു? അല്ലേ, ദൈവത്തോട് സ്നേഹം, ആരാധിക്കാൻ മോഹം, ദൈവജനത്തിൻ്റെ കൂടെ ഇരിക്കുന്നത് എത്ര ശുഭം. ഇതൊന്നുമല്ല. ഇവിടെ ആരും എന്നെ ചവിട്ടുന്നില്ലായിരുന്നു, എനിക്കെതിരെ ഒരു കഷ്ടവും ഒരു നഷ്ടവും വരുന്നില്ലായിരുന്നു, ഒരു വിലയും കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, പ്രതിബദ്ധത അതല്ല. ഏത് കാലത്തും ഏത് സാഹചര്യത്തിലും ഏത് സീസണിലും ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ നിവർത്തിക്കുമെന്ന് പറയുന്നതാണ് പ്രതിബദ്ധത, അല്ലേ. പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇത് നമുക്ക് അങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകാൻ പറ്റുന്ന ഉടമ്പടിയല്ല, അല്ലേ. മരണം വരെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഉഭയസമ്മതം ചൊല്ലുന്നത്, കണ്ടോ. അപ്പം നന്മ ചെയ്യണം, കഷ്ടതയുടെ കാലത്തും നന്മ ചെയ്യണം. ഈ ഭർത്താവ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വഴിയെ പോകുമ്പോഴും നന്മ ചെയ്യണം, അല്ലേ. അപ്പം നിങ്ങൾ പറയും, ഈ നന്മ ചെയ്തിട്ട് തിരിച്ച് ദോഷമാണല്ലോ വരുന്നത്, തിരിച്ച് നഷ്ടമാണല്ലോ വരുന്നത്. ഭാഗ്യവാന്മാർ, അങ്ങനെ ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ കാഴ്ചപ്പാടുണ്ടെങ്കിലേ ഈ സേറായുടെ പുത്രിമാരെ പോലെ നന്മ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഇനി 4-ാമത്തേത് നോക്കി നമുക്ക് അവസാനിപ്പിക്കാം.
ഈ നന്മ ചെയ്യുമ്പോൾ യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ സേറായുടെ മക്കളായി തീർന്നു. എന്താ ഈ ഭീഷണി? ഇത് ചില മലയാളം ബൈബിളുകളിലെ ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിക്കട്ടെ. ഇന്ത്യൻ റിവൈസ്ഡ് വേർഷൻ, പുതിയ ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ പറയും, യാതൊരുവിധ ബുദ്ധിമുട്ടുകളെയും ഭയപ്പെടാതെ. സമകാലിക മലയാളം വേർഷൻ, അതായത് NIV അതുപോലെ എടുത്ത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിൽ പറയുന്നത് അല്പം പോലും പേടിക്കാതെ. അവിടെ ഈ വാക്ക് ശരിക്കും പറഞ്ഞാൽ തർജ്ജമ ചെയ്തിട്ടില്ല. പിന്നെ ബൈബിൾ സൊസൈറ്റിയുടെ തന്നെ സമകാലിക ഭാഷാ പതിപ്പ് അവിടെ പറഞ്ഞിട്ട് ഭീഷണിയൊന്നും ഭയപ്പെടാതെ. ഇതെല്ലാം ഓരോ വ്യത്യസ്ത രീതി പറയുന്നതിൻ്റെ കാരണം ഇവിടെ അടങ്ങിയിരിക്കുന്ന മൂല ഭാഷയിലെ പദം ഒരു പ്രത്യേകതരം പദമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അത് മനസ്സിലാക്കിയാലേ എന്തിനെ ഭയപ്പെടാതെ എന്നുള്ളത് വ്യക്തമാകത്തുള്ളൂ. ഈ മലയാളം ബൈബിളിൽ സകല ഭീഷണി എന്ന് പറയുമ്പം ഏത് ഭീഷണി അല്ലേ? ആ ഭീഷണി എന്നുള്ള വിവർത്തനത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യവനഭാഷാ പദത്തിൻ്റെ അർത്ഥങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭീതിയും വിറയലും അമ്പരപ്പും പരിഭ്രാന്തിയും പേടിയും കൊണ്ട് കുനിഞ്ഞ് പരവശയാകുക. ഇത് ഭീഷണി എന്നുള്ള ഒരൊറ്റ വാക്കി പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു വാക്കല്ല. ഇത് പുതിയ നിയമത്തിൽ വേറെ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. ഈ വാക്ക് ഇവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഭീതിയും വിറയലും അമ്പരപ്പും പരിഭ്രാന്തിയും പേടിയും കൊണ്ട് കുനിഞ്ഞ് പരവശയാകുക അല്ലേ? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടെറർ, ട്രെപ്പിഡേഷൻ, ഫ്ലിയർ, ഫ്ലട്ടറിങ് അലാം, കോൺസ്റ്റർനേഷൻ, ക്രൗച്ചിങ്, ഷഡറിങ് ഫിയർ ആൻഡ് ബീങ് ഓവർവെൽംഡ് വിത്ത് ടെറർ. ഇത് വേറെ ഒരു വാക്യത്തിൽ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു കാരണം ഇത് സ്ത്രീകൾക്ക് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഇതുപോലത്തെയൊക്കെ ഭയം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏക വ്യക്തികൾ സഹോദരിമാർ. ഭർത്താക്കന്മാരൊന്നും ഇതിൻ്റെ 7 അയലത്ത് പോലും വരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. കീഴ്പ്പെടലിൽ ഒരുപാട് കാര്യങ്ങൾ ഭയപ്പെടാനുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ ഒരിടത്ത് പോയി ഒരു അധികാരിക്ക് കീഴ്പ്പെടുമ്പോൾ അധികാരിക്കല്ല, നമുക്കാണ് ഭയം. ഇയാൾ എന്നെ പീഡിപ്പിക്കുമോ? ഇയാൾ എനിക്ക് ന്യായം ചെയ്യുമോ? അല്ലേ? 1 പത്രോസ് 5:5 പറയുന്നു, യൗവനക്കാർ കീഴടങ്ങിയിരിപ്പിൻ അല്ലേ, മൂപ്പന്മാരോട് കീഴടങ്ങിയിരിപ്പിൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അടുത്ത വാക്യം, നിങ്ങളുടെ സകല ഭാരങ്ങളും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുക, കാരണം അവൻ നിങ്ങളെ കരുതുന്നു. അത് ഇംഗ്ലീഷിലും ചില ട്രാൻസ്ലേഷനിൽ മനസ്സിലാകത്തില്ല. യവന ഭാഷ വളരെ ക്ലിയറാണ്. അത് കണക്റ്റഡ് വേഴ്സസ് ആണ്. കാസ്റ്റിംഗ് യുവർ ബേർഡൻസ്, അവിടെ കാസ്റ്റിംഗ് അതൊരു പാർട്ടിസിപ്പിളാണ്, ING പാർട്ടിസിപ്പിളാണ്. കാരണം അത് മുമ്പേ പറഞ്ഞ ആശയത്തോട് ചേർന്ന് പോവുകയാണ്. എങ്ങനെ കീഴ്പ്പെടണം? ഈ കീഴ്പ്പെടുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഉത്കണ്ഠയും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളണം. ഈ എല്ലാ കീഴ്പ്പെടലിലും ഈ ഉത്കണ്ഠയുണ്ട്. ഈ അധികാരി ഈ പറഞ്ഞ പോലെയൊക്കെ എന്നോട് പ്രവർത്തിക്കുമോ? അപ്പോൾ ഭാര്യമാർക്കാണ് ഇത് വരുന്നത്. ഈ ഭർത്താവ് ഈ പറഞ്ഞ പോലെയൊക്കെ എന്നോട് നീതി കാണിക്കുമോ, സ്നേഹിക്കുമോ, വാക്കുപാലിക്കുമോ, അതോ നാളെ തല്ലിക്കൊല്ലുമോ? അല്ലേ? ഈ ഭയം അവർക്കേ വരത്തുള്ളൂ. പ്രത്യേകിച്ച് ഇവിടുത്തെ പശ്ചാത്തലം ഓർക്കണം. അനുസരിക്കാത്ത ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ, അവിശ്വാസിയായ ഭർത്താവുള്ള ഭാര്യമാർ, എന്തൊരു ഭയമായിരിക്കും അല്ലേ? അങ്ങനത്തെ ഭയം കടന്നു വരുമ്പോൾ ഇത്ര ഭയാനകമായ അല്ലേ, ഭീതിയും വിറയലും അമ്പരപ്പും പരഭ്രാന്തിയും പേടിയും കൊണ്ട് കുനിഞ്ഞു പരവശയാകുന്ന ഭയം കടന്നു വരുമ്പോൾ അതിനെ ഭയപ്പെടാത്തവരാണ് സേറായുടെ പുത്രിമാരെന്ന്. ഇത്രയും നീട്ടി വായിച്ച ഭയം എങ്ങനെ ഭയപ്പെടാതിരിക്കും അല്ലേ? നന്മ ചെയ്യുകയും വേണം. എന്നിട്ട് ഇതൊന്നും ഭയപ്പെടാതെ, ഇതിനെ ഒന്നും പേടിക്കാതിരുന്നാൽ നിങ്ങൾ സേറായുടെ പുത്രി. ഇത്രയും നേരം കേട്ടതൊക്കെ കൊള്ളായിരുന്നു അല്ലേ? കീഴ്പ്പെടുക, അനുസരിക്കുക, നന്മ ചെയ്യുക. ഇനി പറഞ്ഞു ഇത്രയും ഭയാനകമായ ഭീതിയൊന്നും വന്നാൽ പോലും കുലുങ്ങരുതെന്ന്. അതെന്തോ അത് അല്ലേ? അപ്പോൾ മനസ്സിലായി സേറ എന്തുകൊണ്ടാണ് മാതൃക സഹോദരിയായത് അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഭയം ഇല്ലാത്ത? അത് മനസ്സിലാക്കണമെങ്കിൽ 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കണം. ഇങ്ങനെയല്ലോ പണ്ട് വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നതെന്ന് പറയുമ്പോൾ അവിടെ ആ വിശുദ്ധ സ്ത്രീകൾക്ക് ഒരു വിശേഷണമുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സഹോദരിമാർ. ദൈവത്തിൽ പ്രത്യാശ വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭീതിയും വിറയലും അമ്പരപ്പും പരിഭ്രാന്തിയും പേടിയും കൊണ്ട് കുനിഞ്ഞു പരവശയാകേണ്ട ആവശ്യമില്ല കേട്ടോ. ദൈവത്തിലാണ് നിങ്ങളുടെ പ്രത്യാശയെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ദൈവത്തിലുള്ള പ്രത്യാശ നിമിത്തമാണ് നമ്മൾ ഈ കേട്ട എല്ലാ കാര്യങ്ങളുടെയും അതിൻ്റെ ആ ഉത്ഭവം, അതിൻ്റെ ആ മൂലകാരണം. എന്തുകൊണ്ടാണ് സേറ കീഴ്പ്പെട്ട്? എന്തുകൊണ്ടാണ് സേറ ബഹുമാനിച്ച്? എന്തുകൊണ്ടാണ് സേറ കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ നന്മ ചെയ്ത്? എന്തുകൊണ്ടാണ് സേറ ഭയപ്പെടാത്ത? ദൈവത്തിലാണ് ആത്യന്തികമായ പ്രത്യാശ.
ദൈവത്തിലാണോ പ്രത്യാശ? ഒരു വാക്യം വായിക്കാം, സദൃശ്യവാക്യങ്ങൾ 3:25. ഈ വാക്യത്തിൽ പത്രോസ് ഉപയോഗിച്ച ഈ വാക്യത്തിലെ എല്ലാ വാക്കുകളും ആ വാക്യത്തിലുണ്ട്. അതുകൊണ്ട് പലരും പറയുന്നത് ഈ വാക്യം എഴുതിയപ്പോൾ പത്രോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ വാക്യമായിരിക്കും. അത് യവന ഭാഷയിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. എന്നാലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സദൃശ്യവാക്യം 3:25. പെട്ടെന്നുള്ള പേടി ഹേതുവായും നാശം നിമിത്തവും നീ ഭയപ്പെടുകയില്ല. കാരണം എന്താ? അടുത്ത വാക്യം, യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്നെ കാക്കും. പെട്ടെന്നുള്ള 25 വായിച്ചേ, പെട്ടെന്നുള്ള പേടി ഹേതുവായി. ചടപടേ നമ്മൾ ഒരുങ്ങിയിരിക്കുകയല്ല ഈ പേടി വരാൻ. അങ്ങോട്ട് പോകുമ്പോൾ അതാ പെട്ടെന്നൊരു വാർത്ത വരുന്നു, അല്ലേ? ഒരു ബാഡ് ന്യൂസ്. കുലുങ്ങത്തില്ല, ഭീതി കടന്നു വരികയില്ല. കാരണം യഹോവയിലാണ് ആശ്രയം. ഇത് 1-2 വാക്യങ്ങളിലല്ല, ഇവിടെ ഒന്ന് പെട്ടെന്ന് നമ്മൾ സമയം എടുക്കുന്നില്ല. ഈ 27-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് അറിയോ? നന്മ ചെയ്യണമെന്ന്. അവിടെ ഉണ്ട് ഈ ഭയക്കാതെ നന്മ ചെയ്യുന്ന ആ വിഷയം. അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ 3:21 മുതൽ 26 വരെ വായിച്ചാൽ അറിയാം. ജ്ഞാനം പ്രാപിച്ചാൽ നിർഭയനായി നടക്കും. അതാണ് അവിടുത്തെ ആ ഒരു വിഷയം. എന്നിട്ട് നിർഭയനായി എന്ത് ചെയ്യും? നന്മ ചെയ്യണം. അതാണ് 3:21 മുതൽ 27. സമയമില്ലാത്തതുകൊണ്ട് നമ്മളത് വായിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെക്കുകയാണെങ്കിൽ, ആശ്രയം വെക്കുകയാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പെട്ടെന്നുള്ള പരിഭ്രമങ്ങളെയും പരിഭ്രാന്തികളെയും ഭയപ്പെടുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നറിയാവോ? ദൈവത്തിൻ്റെ കരുതലിലും ശക്തിയിലുമുള്ള അവിശ്വാസത്തെ തെളിയിക്കുന്നു, അല്ലേ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ദൈവത്തിൻ്റെ കരത്തിലിരിക്കാന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു വാർത്ത കേൾക്കുമ്പോൾ കിടന്ന് കുലുങ്ങുകയാണ്. അതിൻ്റെ അർത്ഥം എന്തോ? ഞാൻ ദൈവത്തിൻ്റെ കരത്തിലിരിക്കാന്ന് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അതാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? നമ്മൾ ഈ കൊച്ചു വാവകളെ കണ്ടിട്ടുണ്ട്, അമ്മയുടെ തോളത്തിരിക്കുമ്പോഴും കിടന്ന് കരച്ചില്ല. എന്തോ കണ്ട് കരഞ്ഞു, പക്ഷെ അമ്മയുടെ തോളത്തായിരിക്കും, ഒരു ആപത്തും വരാൻ പോകുന്നില്ല. പിന്നെ അതിനെന്തോ തോന്നി ആപത്ത് വരികയാണെന്ന് പറഞ്ഞ് അത് കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലേ? ചിലപ്പോൾ അമ്മയുടെ തോളത്തിരിക്കുമ്പോൾ ഞാൻ പോയി ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ അത് കിടന്ന് കരയും. അതിൻ്റെ വിചാരം ഇപ്പം ഞാൻ പിടിച്ച് തിന്നുവെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ തോളത്തിരുന്നുകൊണ്ട് അയ്യോ ആരുമില്ലേ, അല്ലേ? നമ്മൾ ഈ വലിയ വചനമൊക്കെ പറയും, എന്നോട് കൂടെ ഇമ്മാനുവൽ ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് വീട്ടിൽ പോയി കരഞ്ഞുകൊണ്ട് പറയുന്നത് ആരുമില്ലല്ലോ കർത്താവ്, എൻ്റെ ഏകാന്തതയും ഒറ്റപ്പെടൽ. നമ്മൾ സഭയിൽ വന്ന് പാടുന്നത് ഇമ്മാനുവലാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. അപ്പോൾ ഇതെന്താ? ഇത് അവിശ്വാസം. അപ്പം അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, യുക്തമായി ചിന്തിക്കൂ, പെട്ടെന്നുള്ള പരിഭ്രമങ്ങളും പരിഭ്രാന്തികളെയും ഭയപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരുതലിലും ശക്തിയിലുമുള്ള അവിശ്വാസത്തെ തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന സാറായും സാറായുടെ പുത്രിമാർക്കും അത് യോജിച്ചതല്ല. ഈ ഭയം അത് യോജിച്ചതല്ല. 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യങ്ങളിൽ തന്നെ 29:25, മനുഷ്യഭയം, ഫിയർ ഓഫ് മാൻ, കെണിയാകുന്നു, അതൊരു ചതിക്കുഴിയാണെന്ന്. കേട്ടോ, മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ ചിന്തിച്ചോണം, ഭർത്താവ്, രക്ഷിക്കപ്പെടാത്ത ഭർത്താവ്, അനുസരിക്കാത്ത ഭർത്താവ്, അല്ലെ? നമ്മൾ വിചാരിക്കുന്ന ദൈവത്തോടൊന്നും ചേർന്ന് നടക്കാത്ത ഭർത്താവിനെ ഭയപ്പെടുന്നത് എന്താണ്? കെണിയാകുന്നു. മുഴുവൻ വായിച്ചാട്ടെ. യഹോവയിൽ ആശ്രയിക്കുന്നവനോ ആ കെണിയിലൊന്നും വീഴാതെ രക്ഷ പ്രാപിക്കും. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നതിൻ്റെ നേർവിപരീതമാണ് മനുഷ്യനെ ഭയപ്പെടുക. അപ്പോൾ മനുഷ്യ ഭയം ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? യഹോവയിൽ ആശ്രയമൊന്നും ഇല്ല, അല്ലേ? കൊളസ്ട്രോൾ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അച്ചായൻ പ്രഷറിൻ്റെ ഗുളിക കഴിക്കണ്ട എന്ന് പറയാവുന്ന പോലെ, പ്രഷറിൻ്റെ ഗുളിക കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ മനുഷ്യ ഭയമൊക്കെ ഉണ്ടോ? അപ്പോൾ യഹോവയിൽ ആശ്രയമൊന്നുമില്ല. നമ്മൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞ് നോക്കുന്നത് മീറ്റിങ്ങിനിടെ ഞാൻ കുലുങ്ങിയോ, എനിക്ക് രോമാഞ്ചം വന്നോ, അതൊന്നുമില്ല. മനുഷ്യഭയം ഉണ്ടോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇതിവിടെ മാത്രമല്ല, ഒരുപാട് വാക്യങ്ങളുണ്ട്. എബ്രായർ 13:5-6 അവിടെ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചാണ്. പണം, പണമില്ലാതെ എങ്ങനെ ജീവിക്കും, പണമില്ലാത്തവൻ പിണം, ഇതില്ലേ നമ്മൾ നാട്ടിൽ മുഴുവൻ കേൾക്കുന്നത്, അല്ലേ? പിണത്തിൻ്റെ അർത്ഥം അറിയാമോ? ശവം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ പണമില്ലാത്തവൻ ശവം, എങ്ങനെ ജീവിക്കും? അവിടെ എബ്രായർ 13:5-6 ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അടുത്ത വാക്യം, ആകയാൽ കർത്താവ് എനിക്ക് തുണ,
ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുമെന്ന് വെല്ലുവിളിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടേ വാടാ, അല്ലേ, ഇങ്ങോട്ട് വാ, എന്നെ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക്? എൻ്റെ തുണ, അല്ലേ, എൻ്റെ പാർട്ട്ണർ. തുണ ഭർത്താവല്ല, കർത്താവാണ് എൻ്റെ തുണ. കണ്ടോ? അപ്പോൾ പണം ഈ ദ്രവ്യാഗ്രഹമൊന്നും പിടിച്ച് നമ്മൾ ഈ ആകുല ചിന്തയൊന്നും വേണ്ട, അല്ലേ. മത്തായി 10:28-31 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, ഞാൻ വായിപ്പിക്കുന്നില്ല. കർത്താവിനെ പറയണം, ആരെ ഭയപ്പെടേണ്ടെന്ന് ഞാൻ പറയുന്നു, അല്ലേ. ദേഹം മാത്രം കൊല്ലുവാൻ കഴിയുന്ന മനുഷ്യരെ ഭയപ്പെടാതെ ദേഹത്തെയും ദേഹിയെയും കൊല്ലുവാൻ കഴിയുന്നവനെ, അതായത് ദൈവത്തെ ഭയപ്പെടണം, അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ കർത്താവ് ആകയാൽ ദൈവത്തെ ഭയപ്പെടണം എന്ന് പറഞ്ഞ യെശയ്യാവിൻ്റെ പ്രവചനം ഐസയ 8:11 മുതൽ 13 വരെ വായിക്കേ. യഹോ ബലമുള്ള കൈ കൊണ്ട് പിടിച്ചിങ് വലിച്ച് എന്നോട് അരുളി ചെയ്തത്, ഈ നിന്റെ കൂടെയുള്ള ജനമെല്ലാം വഴിവഴച്ചവന്മാരാ, നീ എനിക്ക് പ്രസാദകരമായ വഴിയിൽ നടക്കണം. എങ്ങനെ നടക്കണം? വായിച്ചാട്ടെ. ഉപദേശിച്ചു തന്നത് എന്തെന്നാൽ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ അവർ മാനുഷികമായിട്ട് അവർ സംഘം ചേർന്ന് ചിലതൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ ചെയ്തെടുക്കും എന്ന് പറയുന്നതിനൊന്നും നിങ്ങൾ വലിയ അഭിമാനമൊന്നും കൊള്ളരുതെന്നാണ് അവിടുത്തെ അർത്ഥം. അടുത്ത വാക്യം, അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുതെന്ന്. മനുഷ്യൻ ഭയപ്പെടണമെന്ന് പറയുന്നതിനൊന്നും ഭയപ്പെടരുത്. പിന്നെ ആരെ ഭയക്കണം? അടുത്ത വാക്യം, യഹോവ തന്നെ നിങ്ങളുടെ ഭയവും ഭീതിയുമായിരിക്കട്ടെ. മനുഷ്യൻ പറയുന്ന വാക്കും കേട്ട് ഭയപ്പെടാനും ഭീതിപ്പെടാനും പോകരുത്. സങ്കീർത്തനം 89:7. സങ്കീർത്തനം 89:7. ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനായിരിക്കുന്നു. അവൻ സകലർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനായിരിക്കുന്നു. കണ്ടോ? ഭയപ്പെടുവാൻ യോഗ്യനായ ഏക വ്യക്തി, അതാണ് ചുറ്റുമുള്ളവരിലും മീതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഭയപ്പെടാൻ പിന്നെ വേറെ ആരും ഇല്ല. അങ്ങനെ അവനെ ഭയപ്പെട്ട മനുഷ്യർ പറയുന്നത് ഭയപ്പെടുകയും വേണ്ട. ഒരു വാക്യം കൂടെ വായിക്കട്ടെ, ഞാൻ തന്നെ വായിക്കാം. സങ്കീർത്തനം 112:6-8. അവൻ, അതായത് നീതിമാൻ, ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. എപ്പോ? ദുർവർത്തമാനം കേട്ടപ്പോൾ, പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത കേട്ടപ്പോൾ കുലുങ്ങിപ്പോകാതെ തൻ്റെ ആശ്രയമായ യഹോവയിൽ സ്ഥിരമായിരിക്കും. ഇവിടെ എത്ര വാക്യമല്ലേ? ഇതൊക്കെ കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ. ഒരുപാട് വാക്യങ്ങളുണ്ട്. ഈ മാനുഷ്യഭയവും ദൈവഭയവും കൂടി ഇങ്ങനെ താരതമ്യം ചെയ്തേച്ച് ദൈവത്തെ മാത്രമാണ് ഭയപ്പെടേണ്ടത്. അപ്പോൾ കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സേറ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്നത് കൊണ്ട്, ദൈവത്തിലായിരുന്നു അവളുടെ ആശ്രയം, ദൈവമായിരുന്നു അവളുടെ ഭയം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഭയവും വിറയലും ഒക്കെ വന്നപ്പോൾ ആ ഭീഷണിയുടെ മുൻപേ പേടിക്കാതെ ഇരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹോദരിമാർക്കാണ് ഈ ഭവനത്തോടും കുടുംബത്തോടും ഒക്കെ ഉള്ള പ്രതിബദ്ധത നിമിത്തം ഒരുപാട് ആകുലതകളുള്ളത്. എന്തായി തീരുമോ എന്തോ, എൻ്റെ ഭവനം എന്തായി തീരുമോ എന്തോ, ഇച്ഛായൻ എന്തായി തീരുമോ എന്തോ, മക്കളെ ഞങ്ങളെങ്ങനെ ജീവിക്കും, ഈ കുടുംബം മറ്റേത് മറിച്ചത്, ഇങ്ങനെയല്ല ഭയം, അല്ലേ. അപ്പോൾ അവിടെ സേറായെ പോലെ വിശുദ്ധമായ ജീവിതം നയിക്കാനും നിത്യത മാത്രം വിലയേറിയതായിട്ട് എണ്ണാനും, നേരത്തെ പറഞ്ഞ പോലെ കർത്താവ് വിളിക്കുന്നത് എവിടെയും പോകാൻ തയ്യാറാണ്, ഏത് കൂടാരത്തിലും പാർക്കാൻ തയ്യാറാണ്, എവിടെ വേണേ ചെല്ലാം, ഇവിടെ ഈ ലോകത്ത് പരദേശിയും അന്യനുമായിട്ടും ജീവിക്കാൻ തയ്യാറാണ്, ഒരു ആകുലതയും കടന്നു വരുന്നില്ല, ഒരു ഭയവും കടന്നു വരുന്നില്ല എന്ന് പറയണമെങ്കിൽ ദൈവത്തിലായിരിക്കണം പ്രത്യാശ, ദൈവത്തിലായിരിക്കണം ആശ്രയം, ദൈവം മാത്രമായിരിക്കണം നിങ്ങളുടെ ഭയം. ദൈവത്തിൽ തന്നെ പ്രത്യാശ വെച്ചുകൊള്ളുക. അപ്പോൾ ഭാവിയെക്കുറിച്ചാകട്ടെ, കുടുംബത്തെക്കുറിച്ചാകട്ടെ, നിങ്ങൾക്കെന്ത് സംഭവിക്കുമെന്നുള്ളതാകട്ടെ, കീഴ്പ്പെടുന്നത് നിമിത്തം വല്ല നഷ്ടവും സംഭവിക്കുമോ ദോഷം സംഭവിക്കുമോ എന്നുള്ള ആകുല ചിന്തകളാകട്ടെ, ആശങ്കകളാകട്ടെ, എല്ലാം ദൈവത്തിൻ്റെ കരത്തിൽ ഭരമേൽപ്പിക്കുക. യേശുക്രിസ്തു കഷ്ടം സഹിച്ചപ്പോൾ അതാണ് ചെയ്തത്. ലോകക്കാർ മുഴുവൻ അവനെ പീഡിപ്പിച്ചപ്പോൾ വചനം പറഞ്ഞ് പത്രോസ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കരത്തിലേക്ക് അത് സമർപ്പിക്കുന്നു, അവൻ എനിക്ക് നീതി പ്രവർത്തിച്ചു തരും.
ഒന്നും എനിക്ക് ദോഷമായി ഭവിക്കുകയില്ല. അങ്ങനെയല്ല, മാനുഷിക ഭയവും നീങ്ങി കർത്താവിൻ്റെ കരുണയിലും കൃപയിലും സംരക്ഷണത്തിലും മാത്രം നിങ്ങൾ ആശ വച്ചിരിക്കുക. ഉപസംഹരിച്ച് ഞാൻ നിർത്തട്ടെ. സേറായുടെ പുത്രിമാരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിലുള്ള സകല സഹോദരിമാരും. സേറായുടെ 4 ഗുണങ്ങൾ നമ്മൾ കണ്ടു. ഭർത്താവിനെ അനുസരിച്ച് കർത്താവിനെ പിൻപറ്റിയവളായിരുന്നു. രണ്ടാമതായിട്ട് കണ്ടു, ഭർത്താവിനെ ബഹുമാനിച്ച് അവന് തലയാണെന്നുള്ള ബോധ്യത്തോടെ ആ അധികാരത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്കായിട്ട് അവൾ കാത്തിരുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, അവളുടെ ആ വിധേയത്വം നിമിത്തം കഷ്ടതയുടെ നടുവിലും അവൾ നന്മ ചെയ്തു. നാലാമതായിട്ട് കണ്ടു, ദൈവത്തിലുള്ള പ്രത്യാശ നിമിത്തം സകല മാനുഷിക ഭയത്തിൻ്റെ മേലും ജയം പ്രാപിച്ചു. അങ്ങനെ സേറായുടെ പുത്രിമാരാകുവാൻ നിങ്ങൾക്ക് ഏവർക്കും ദൈവം വിശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനത്തോട് പ്രതികരിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഉന്നതനും ഭയങ്കരനും വിശുദ്ധനും വിശ്വസ്തനും ഭയപ്പെടുവാൻ ഏറ്റവും യോഗ്യനായ കർത്താവേ, എൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കേട്ട വചനം സകല സഹോദരിമാർക്കും ഒരു അനുഗ്രഹമായി തീരണമേ. അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏത് അധികാരിയായിക്കോട്ടെ, ഭർത്താവട്ടെ മറ്റേത് അധികാരിയാകട്ടെ, കീഴ്പ്പെട്ട് ദൈവവചനപ്രകാരം നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളവരായിരിക്കാൻ ശരിക്കും സേറായുടെ പുത്രിമാരെന്നുള്ള സാക്ഷ്യം ലഭിക്കുവാൻ സകലർക്കും ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഇവിടെ മാനുഷിക ഭയത്താൽ വലഞ്ഞ് കുലുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ കർത്താവേ, നിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തി കൊടുത്ത് ഭയപ്പെടുവാൻ യോഗ്യൻ നീ മാത്രമാണെന്നും ഒരു മനുഷ്യനും കർത്താവിൽ ആശ്രയിക്കുന്നവനെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുമുള്ള ആ ഒരു ആശ്വാസവും ബലവും ധൈര്യവും നീ പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സഹോദരിമാരുടെ ഈ സംഘത്തെ തുടർന്നും നീ അനുഗ്രഹിച്ച് കർത്താവെ, അവരിലൂടെ നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സകല സൽപ്രവൃത്തികളും നിറവേറ്റിയെടുത്ത് കർത്താവെ സഭയ്ക്കൊരു അനുഗ്രഹമാക്കി വെക്കണമേ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.